അനുഭവിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവരെ സംഹൃതങ്ങളായി ചമയും എന്നോ നിശ്ചയമത്രയല്ലോ ആകുന്നത്. എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ദുരിതമർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാലായതൊക്കെ വയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തിൽ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ടൊരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വരസേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി കൊടുവാനായി കൊണ്ടുവേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തുകൊള്ളുവാൻ ആയതത്ര ഇവിടെ ജന്മസാഫല്യമാക്കുന്നത്. വാസുദേവ വഹ്പായാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആദിഭൗതികങ്ങളായും ആദിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായ സങ്കടങ്ങളെ ആ സകലം തന്നെ യഥാവലെ ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ. വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. വാസുദേവനോ എന്തിനാകുന്നത് ഇത്രവിടെ സംശയിക്കുന്നത്? കൃഷ്ണികുലാലങ്കാരഭൂതനായി വസുദേവപുത്രനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതുകൊള്ളാം. നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യമുണ്ടായിട്ട് തന്ത്രിപടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉപാസനയ്ക്ക് ശക്തിയേറെ. ശ്രീകൃഷ്ണന്റെ പരമഭക്തനായ അർജുനൻ സുഭദ്രാഗുണഗണങ്ങളെ കേട്ട് കാമമോഹിതനായി സന്യാസവേഷത്തെ അവലംബിച്ച് വടവിടവികൂടല കുടീര നിവാസിയായി ദുഃഖിതനായി വർത്തിക്കുന്ന അവസരത്തുങ്കൽ ഭഗവാനെ സ്മരിച്ച സമയത്തുങ്കൽ ആഗതനായ ഭഗവാൻ അർജുനനെ രൈവതപർവ്വതത്തിൽ കൊണ്ടുവന്ന് ആയവിടെ അധിവസിപ്പിച്ചതിൻ്റെ ശേഷം ഏകാഹോത്സവത്തെ നിശ്ചയിച്ച് ദ്വാരകാവാസികളായ എല്ലാവരും ഏകാഹോത്സവത്തിന് വന്ന സമയത്തെങ്കിൽ അർജുനൻ സുഭദ്രയെ കണ്ട്
സന്തോഷിച്ചും കൊണ്ട് വർത്തിക്കുന്ന അവസരത്തെങ്കിൽ ഭഗവാൻ അർജുനന്റെ സമീപത്തെങ്കിൽ ചെന്ന് അർജുനനെ ഓരോരോ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ചതിൻ്റെ ശേഷം ദ്വാരകാ രാജധാനിയെ പ്രാവിഭൂതം ചെയ്തു. തദനന്തരമാകട്ടെ ഭൂയോവി കൃഷ്ണഗിരമേവകിലാവലംബ്യ പ്രാണാൻമഹൻ കതിപയാനി ദിനാനി നിത്വാ ദർശയതു പ്രവീരാൻ കാലാംഗസാരണമുഖാൻ സഹി ദിവ്യയോഗി ദിവ്യയോഗി കവിദിനാനി നിത്വാ. ആ ദിവ്യയോഗിയാകട്ടെ ദിനങ്ങളെ നയിച്ചു. ആ ദിവ്യയോഗി ദിവ്യനായിട്ടുള്ള യോഗി എന്ന് തന്നെ വേണം അതിനെ പറയാനേ. ആ അർജുനൻ ദിവസങ്ങളെ കഴിച്ചുകൂട്ടി. യോഗിയ യോഗി എന്ന് പറഞ്ഞാൽ സന്യാസി. എങ്ങനെയാണ് സന്യാസി? ദിവ്യയോഗി ദിവ്യനായിട്ടുള്ള യോഗി എന്നുവെച്ചാൽ ഇങ്ങനൊരു സന്യാസി ഉണ്ടായിട്ടില്ല. അതാണ് അത്രയും ഭാഗ്യവാനായിട്ടുള്ള ആളാണ് അർജുനൻ. സന്യസിച്ചിട്ട് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചു. അതാണല്ലോ അദ്ദേഹത്തിന്റെ വൈഭവം. അതാണ് ദിവ്യയോഗി എന്ന് തന്നെ പറയാൻ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള യോഗിയാണ് ദിവ്യയോഗി. ദിവ്യയോഗി എന്ന് പറഞ്ഞാൽ കപട സന്യാസി. എന്തായാലും സന്യാസ വേഷത്തെ അവലംബിച്ചിട്ടുള്ളൂ. സന്യസിച്ചു എന്ന് പറയുകയില്ല. സന്യസിക്കണമെങ്കിൽ എങ്ങനെയുള്ള ആളെ സന്യസിക്കുക? ഐഹികങ്ങളായ സുഖങ്ങളിൽ നിരം ആഗ്രഹമില്ലാതെ കണ്ടു വന്നതിന് ശേഷമാണ് സന്യസിക്കുക, അല്ലേ? ഇതങ്ങനെയല്ല. ഐഹിക സുഖങ്ങളിലുള്ള ആഗ്രഹത്തിന്റെ ആസക്തി കൊണ്ടാണ് സന്യസിച്ചേക്കുന്നത്. ഇതാ രണ്ടുമായിട്ട് മാറ്റം. അതാണ് കപട സന്യാസി എന്ന് പറയാനുള്ള കാരണം. സന്യാസിയുടെ വേഷമുള്ളൂ, പക്ഷേ ഫലത്തിലോ ദിവ്യയോഗി. ദിവ്യയോഗിയാണ് അദ്ദേഹം. എന്താണ്, ഒരു സന്യാസിക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ സുഭദ്രയുടെ ഗുണോത്കർഷങ്ങളെ കേട്ടിട്ട് ആ സുഭദ്രയെങ്കിൽ എന്തെന്നില്ലാതെ കണ്ടുള്ള ആഗ്രഹം വർദ്ധിച്ചു. കേട്ട മാത്രമേ, കണ്ടിട്ടല്ലാട്ടോ, കേട്ടിട്ട്. അതാണ്. ഓ, അപ്പൊ ആ അദ്ദേഹത്തിന്റെ അവസ്ഥ വിചാരിച്ചോടാ. എന്നിട്ട് ആ സുഭദ്രയെ സമ്പാദിക്കാനുള്ള മാർഗങ്ങളെ ചിന്തിച്ചിട്ട് സന്യാസവേഷം സ്വീകരിക്കുകയുണ്ടായി. ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ഓ, ഏതെങ്കിലും ഒരുത്തിയിൽ ആഗ്രഹം വർദ്ധിച്ചിട്ട് അവളെ സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചിട്ട് ഒരു സന്യാസി ആയിക്കളയാണ്. പലെങ്കിലും കേട്ടിട്ടുണ്ടോ? പലെങ്കിലും പോയാളവിടെ ചോദിക്കണത്, എവിടെയെങ്കിലും ഇങ്ങനെ ഒരാളുണ്ടായിട്ടുണ്ട്? ഓ, ആര് ചെയ്യാത്തതാ? സന്യാസി വേഷം സ്വീകരിച്ചു. എന്നാൽ എന്താ ഇതിന് കാരണം എന്നാണെങ്കിൽ ആഗ്രഹം നല്ല പോലെ മനസ്സിലുണ്ട്. ആ കന്യകയെ തനിക്ക് കിട്ടുമല്ലോ നിശ്ചയില്ല. അപ്പോ ഭഗവാന്റെ അഭിപ്രായം അറിയണം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അതിനെന്ത് വേണം? ആരും അറിയാണ്ട് വേണം അറിയാനായിട്ട്. മറ്റൊരാളറിയരുത്. അതിന് വേണ്ടിയിട്ട് വേഷം മാറി ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ കാണാം എന്ന് വിചാരിച്ചാണ് യഥാർത്ഥത്തിൽ സന്യാസവേഷം സ്വീകരിച്ചത്. എന്നിട്ട് ദ്വാരകയിലേക്ക് പോയിരുന്നു. പോണ വഴിക്കാണ് അതിഗംഭീരമായിട്ടുള്ള മഴ. മഴ വന്നപ്പോൾ ഒരു വടവൃക്ഷത്തിൻ്റെ പൊത്തി കയറിയിരുന്നു സർക്കാർ. പക്ഷേ അവിടെ ഇരിക്കാൻ നിർത്തിയില്ല. കാമ മനസ്സിൽ വല്ലാതെ കണ്ടുണ്ട്. ഈ മഴ സഖ്യ വയ്യാണ്ടായപ്പോൾ എന്തെന്നില്ലാതെ കണ്ട് ക്ലേശം അനുഭവിച്ചു. എന്നിട്ട് പ്രാണം പോവോ എന്ന് വരെ തോന്നി. എന്നിട്ട് ആ സന്യാസവേഷധാരിയായുള്ള അദ്ദേഹം അവിടെ ഇരുന്നും കൊണ്ട് ഭഗവാനെ സ്മരിച്ചു. രാത്രി സമയത്ത് കൃഷ്ണ ആവുകം ഭാഗവന്നും വന്ന് രക്ഷിക്കണേ. ഭഗവാനെ സ്മരിച്ചപ്പോ ആ ഭഗവാൻ അവിടെ വന്നു. ആർക്ക് സാധിക്കും?
എങ്ങനെയാ സന്യാസ വേഷം സ്വീകരിച്ചല്ലേ? ആ സന്യാസ വേഷധാരിയായിട്ടുള്ള അർജുനന്റെ അടുക്ക അവിടെ വന്നു. ഇന്ന് തന്നെയല്ല, കൂട്ടിക്കൊണ്ടുപോയി രൈവതക പർവ്വതത്തിൽ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഭഗവാനെ കണ്ടാൽ ചോദിക്കാത്തിട്ടാണ് വേഷം സ്വീകരിച്ച്. പക്ഷേ കണ്ടിട്ട് അർജുനൻ ചോദിക്കുകയില്ല. പല വർത്തമാനങ്ങളും പറഞ്ഞു, പറയാത്ത കാര്യങ്ങളില്ല, അനവധി കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു കാര്യം മാത്രം അർജുനൻ അങ്ങോട്ട് പറഞ്ഞില്ല, ഭഗവാൻ ഇങ്ങോട്ടും ചോദിച്ചില്ല. ചോദിച്ചൂടെ ഭഗവാന് വേണമെങ്കിൽ ഇതെന്താ ഇങ്ങനൊരു വേഷം? അർജുന ഇങ്ങനെയാണോ? ഞാൻ ഇങ്ങനെയല്ലല്ലോ കണ്ടേക്കണത്, എന്താ എന്ന് പറഞ്ഞ് ചോദിക്കാല്ലേ? ഭഗവാനും ഇല്ല, അങ്ങോട്ട് ചോദിച്ചില്ല. അർജുനൻ ഇങ്ങോട്ടും പറഞ്ഞില്ല. രണ്ടുപേരും കൂടി അവിടെ കഴിച്ചുകൂട്ടി. പ്രഭാതമായപ്പോ ഭഗവാൻ അർജുന ഞാൻ പോട്ടെ പറഞ്ഞോട് പോയി. പൂവ കഴിഞ്ഞപ്പോഴാണ് അർജുനന് അയ്യോ പറയായിരുന്നു. ഈ രാത്രി മുഴുവൻ പലതും പറഞ്ഞുകൊണ്ടിരുന്നു, നേരത്തെ ഒന്നും പറയായിരുന്നു, എന്നാ കാര്യം അറിയാം, ഇത് പറയണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞു. ഭഗവാൻ അറിയാലോ, പറയാണ്ടെന്നെ അറിയാം ഈ വേഷം കെട്ടിയത് ഇന്നതിനാണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു എന്നാണെങ്കിൽ അവിടെ വെച്ച് ഒരു ഏകാഹോത്സവം ഗംഭീരമായിട്ട് നിർവഹിച്ചു. എന്നിട്ട് ദ്വാരകയിലുള്ള എല്ലാവരും വന്നു, ആ കൂട്ടത്തിൽ സുഭദ്രയും വന്നു. എന്തിനു വേണ്ടിയിട്ട് ആ ഉത്സവം? ഇതിനാ ഈ സുഭദ്രയെ അർജുനനെ കാണിച്ചു കൊടുക്കാൻ, അതാണ് ആവശ്യം. അർജുനന് സുഭദ്രയെ ഒന്ന് കാണാം, കന്യകയെ കാണാം. സ്വതവേ ഉത്സവങ്ങളുടെയൊക്കെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ് അല്ലേ? എല്ലാവരും പോണേൻ്റെ ഉത്സാഹമായിട്ട് പോണ കാണാറില്ലേ? പിന്നെ അർജുനനെ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് കാണാം. നല്ലപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ അവിടെ വന്നിട്ട് അർജുനനോട് പറഞ്ഞു, അർജുന ഈ വേഷത്തിൽ എന്നെ ഇരുന്നോളൂ, കുറച്ചു കാലം ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ ദ്വാരകയിൽ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വെച്ച് സുഭദ്രയെ അപഹരിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കാം, സമാധാനമായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞ് അർജുനനെ സമാധാനിപ്പിച്ച് ഭഗവാൻ മടങ്ങിപ്പോയി. ഇങ്ങനെ ആർക്ക് സാധിക്കുന്ന, ആർക്കെങ്കിലും ഒരാൾക്ക് സാധിക്കുമോ? അതാണ് ദിവ്യയോഗി. ദിവ്യയോഗി എന്ന് പറയാനുള്ള കാരണം അല്ലേ, ദിവ്യത്വമുള്ളതായിട്ട് സന്യാസി അല്ലേ, സന്യാസ വേഷം സ്വീകരിച്ചപ്പോൾ തന്നെ ഇങ്ങനെ സാധിച്ചു. അനവധി കാലം സന്യസിച്ച് പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളും അനുഭവിച്ചാൽ തന്നെ ഭഗവാന്റെ ഇത് സാധ്യമാവില്ല അല്ലേ? ഇത് എപ്പോഴാ സ്മരണയെങ്കിൽ ഭഗവാൻ അടുക്കലേക്ക് വരിക, സാധ്യമാവില്ലേ? അതാണ് ദിവ്യയോഗി. എത്ര തരത്തിലുള്ള സന്യാസിമാരുടെ ലോകത്തിൽ അനവധിയ സന്യാസിമാര് അല്ലേ? ഇത്രയും സന്യാസിമാരുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് എത്രയാ എന്തെല്ലാം തരത്തിലുള്ള സന്യാസിമാരാണെന്നുണ്ടോ അല്ലേ? ഇതൊക്കെ സന്യാസിമാരാന്നാണ് പറയണത്. അറിയില്ല, ഏതായാലും സന്യാസിമാരാണ് അല്ലേ? അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതേപോലെ അർജുനന് കിട്ടിയതുപോലെ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ആ അർജുനൻ, ദിവ്യയോഗിയായിട്ടുള്ള ആ അർജുനൻ അവിടെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ. അതിന്റെ ശേഷം ദിനങ്ങളെ കഴിച്ചുകൂട്ടി, ദിവസങ്ങളെ കഴിച്ചുകൂട്ടി. എന്താ കഴിച്ചുകൂട്ടി എന്ന് പറയാൻ കാരണം? കഴിഞ്ഞുകൂടലല്ല ഉണ്ടായത്, കഴിച്ചുകൂട്ടല ഉണ്ടായത്. എന്താ ഈ കഴിച്ചുകൂട്ടുക എന്നാലോ? വളരെ ക്ലേശിച്ചും കൊണ്ടാണ് കഴിഞ്ഞതെന്ന്. ആ ദിവസങ്ങളെ വളരെ വളരെ ക്ലേശം അർജുനന്റെ മനസ്സിലുണ്ടായി. എത്രമാത്രം ഉണ്ടായി എന്നല്ലേ? പ്രാണാൻവഹൻ ദിനാനി നിത്വ, പ്രാണങ്ങളെ വഹിച്ചും കൊണ്ടും പ്രാണധാരണം ചെയ്തും കൊണ്ടാണെന്ന്. ഇത് പ്രാണധാരണം ചെയ്യുക, പ്രാണം നശിക്കാതെ കണ്ടിരിക്കാൻ ശ്രദ്ധിച്ചും കൊണ്ടാണെന്ന്. അതാണ് പ്രാണാൻവഹൻ. പ്രാണം പോയെങ്കിലോ, പ്രാണം പോവോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് ആ ക്ലേശം കൊണ്ട്, എൻ്റെ ഉള്ള ക്ലേശല്ലേ, ആ ക്ലേശത്തിൻ്റെ ആധിക്യം കൊണ്ട് പ്രാണഭയം, പ്രാണം പോയെങ്കിലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. എന്നിട്ടോ ആ പ്രാണങ്ങളെ സംരക്ഷിച്ചും കൊണ്ടാണ്. എന്തായാലും കാരണം വിരഹതാപം, ആ കാമല്ലേ, കാമത്തിൻ്റെ ആധിക്യം. വിരഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുത്തിയിൽ എന്തെന്നില്ലാതെ ഇങ്ങനെ ആസക്തി വർദ്ധിച്ച്
ഇരിക്കുമ്പോൾ ഉണ്ടാവണേനെയാണ് പറയണത്. എന്തെന്നില്ലാതെ കണ്ട് ക്ലേശമാണ് ഉണ്ടായത്. എന്നാൽ ആ ഉത്സവം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് വലിയ വൈഷമ്യം തോന്നിയില്ല. എന്താ വെച്ചാൽ ഉത്സവം കഴിഞ്ഞ് എല്ലാവരും ആ രവിതപർവത്തിൽ നിന്ന് പോയല്ലോ. ആരുമില്ല അവിടെ, ഒരാളും ഇല്ല, ആ മാത്രമേ ഉള്ളൂ. അങ്ങനെയാ ആ അവസരത്തിൽ മറ്റെല്ലാവരുടെയും ഉത്സവം കഴിഞ്ഞെങ്കിലും അപ്പോഴാണ് സന്യാസിയുടെ ഉത്സവം തുടങ്ങിയത്. എന്താ എല്ലാവരും പൂവ് കഴിഞ്ഞു. പൂവ് കഴിഞ്ഞപ്പോഴാണ് സാധാരണ അദ്ദേഹത്തിൻ്റെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പതിവ്. അന്ന് തോന്നി അതല്ല, പിന്നെ എണീറ്റ് ഇവിടെയൊക്കെ നടക്കാൻ തോന്നി. ഈ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. വിഭൃതു എന്ന് പേരായിട്ടുള്ള ഒരു യാദവ ശ്രേഷ്ഠൻ, ആ യാദവനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ഇത് വിശിഷ്ടനായുള്ള സന്യാസിയാണ്, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുക്കളയ്ക്കൊന്നും അച്ഛൻ പോകണ്ട, അദ്ദേഹം എപ്പോഴും ധ്യാനനിരതനായിട്ടിരിക്കും, അദ്ദേഹത്തിൻ്റെ നിത്യകർമ്മങ്ങൾക്കൊന്നും ഒരു പ്രതിബന്ധം ഉണ്ടാക്കരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവന് അതുപോലെ ഭഗവാനാണ് പറഞ്ഞേക്കണത്. ഭഗവാനോടുള്ള ബഹുമാനം കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ സമീപത്തേക്കൊന്നും അധികം പോവില്ല, അദ്ദേഹത്തിൻ്റെ നിയമാദികളൊക്കെ വേണ്ട പോലെ ആയിക്കോട്ടെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവിടുന്ന് എണീറ്റു, ആ ലതാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. എന്നിട്ട് നടന്ന് ആ ഉത്സവം നടന്ന ദിക്കിൽ ഇങ്ങനെ പോയി നടക്കുക. ഉത്സവം കഴിഞ്ഞാക്കല്ലോ, ഉത്സവം കഴിഞ്ഞാൽ ആരെങ്കിലും പോവാറുണ്ടോ? ഉത്സവം കഴിഞ്ഞാൽ പിന്നെ സാധാരണ ആളിൽ പോവാറില്ല, സന്യാസിക്ക് പോകണം തോന്നി. എന്താണല്ലേ അവിടെ പോയി ഇങ്ങനെ നടക്കുക. നടക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ തലേ ആ ഉത്സവം ഉണ്ടായ ദിവസം സുഭദ്ര വരണത് കണ്ടിട്ടുണ്ട്. അവിടെ വന്നിട്ട് ആ സുഭദ്ര ഇങ്ങനെ വന്നത് ഇതിലേ കൂടെയാണ് സുഭദ്ര വന്നത്. വന്ന വഴി ഇതിലെയാണ് നടന്നു വന്നത്. അതിലേ ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇവിടെ നടന്നു, പിന്നെയോ ഇവിടെ വന്ന് നിന്ന ദിക്കിലിങ്ങനെ നിൽക്കുക, കുറച്ചു നേരം നടന്ന ദിക്കിലൂടെ നടക്കുക. ഇങ്ങനെയൊക്കെ ആരെയും ചെയ്യാറുണ്ടോ? പല വിജയമല്ലേ. ഈ പ്രായത്തിൽ തോന്നുന്നത് എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു പ്രായം ഉണ്ടായിരുന്നു. ആ കാലത്ത് എന്തെല്ലാം ഗോഷ്ടി കാട്ടിക്കണമെന്ന് ആൾക്കും അറിയില്ലല്ലോ. ഇത് ആ സുഭദ്ര നടന്ന വഴി കൂടെ നടക്കുക. അവർ തന്നെ ഇവിടെ നിന്നു കുറച്ചു നേരം. ഞാൻ നിന്ന ദിക്കിൽ നിൽക്കുക. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴാണ് അങ്ങോട്ട് മാറി നിൽക്കുക. ഉത്സവം കാണാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയല്ലോ അല്ലേ. കുറച്ചു നേരം നമ്മൾ നിൽക്കും, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കും, ഇങ്ങോട്ട് മാറി നിൽക്കും. ഇങ്ങനെ എവിടേക്കാണ് നിന്നിങ്ങോട്ട് താൻ കണ്ടിട്ടുണ്ട്. ഉത്സവത്തിൻ്റെ അന്ന് വരണതും നിൽക്കണമൊക്കെ കണ്ടിട്ടുണ്ട്. അവിടേക്കൊക്കെ ഇങ്ങനെ മാറി നിൽക്കുക. ഇവിടെ നിന്നു, അവിടെ നിന്നു. അത് കഴിഞ്ഞ് സഖികളോട് കൂടിയിട്ട് ഇവിടെ നിന്നാണ് എന്തൊക്കെയോ പറയേണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഉത്സവം കാണാൻ വന്ന ഉത്സവം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഉത്സവത്തിൻ്റെ അഭിപ്രായം എന്താ അവിടെ വെച്ചുള്ളത് ഒപ്പമുള്ളവരോട് പറയും ഇല്ലേ, പറയാറില്ലേ? അത് അങ്ങനെയാ, ഇതിങ്ങനെയാ, ഇങ്ങനെയാ എന്ന് പറയും. ഈ സുഭദ്ര എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെന്താന്ന് മനസ്സിലാവണില്ല, എന്തോ ഉണ്ട്. ഇവിടെ നിന്നിട്ടാണ് പറയണ്ടായി. അതിന് ഇവിടെ നിന്നിട്ടും പറഞ്ഞു, അവിടെ നിന്നിട്ടും പറഞ്ഞു. ഇങ്ങനെ രാധകന്മാരോട് പറഞ്ഞു. അത് കഴിഞ്ഞാൽ കുറച്ച് കിട്ടി മാറി നിന്നു. അവിടെ നിന്ന് ഇവിടെ വെച്ചാണ് ആ സുഭദ്രയുടെ തലമുടി കഴിയുണ്ടായത്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സന്യാസിയാണ് കേട്ടോ. അവിടെ തലമുടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടേക്ക് മാറി നിൽക്കുമ്പോഴാണ് തലമുടി കെട്ടിയത്. ഇതിലെയാണ് വന്നത്, അതിലെയാണ് പോയത്. ഇങ്ങനെ ഓരോന്ന്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ മടങ്ങി പോരുകയും ചെയ്യും. ഇവിടെ വന്ന് താനിരിക്കുന്ന ലതാഗ്രഹത്തിൽ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആദ്യം ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, പിറ്റേ ദിവസം ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഓരോ നേരം പോക്കായിട്ട് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ആരംഭിച്ചത്. മഴ ഇങ്ങോട്ട് ആരംഭിച്ചപ്പോഴാണ് സന്യാസിക്ക് സഹിച്ചു വയ്യേണ്ടതായത്. എന്താണെന്ന് വെച്ചാൽ വർഷക്കാലം പോലെ വിരഹികൾക്ക് ഇത്രയും ക്ലേശം ഉണ്ടാവുന്ന കാലമില്ല. ഇത്രയും ക്ലേശം ഉണ്ടാവും. മേഘങ്ങളെ ഇങ്ങോട്ട് കണ്ടാൽ അപ്പം തുടങ്ങുന്നുണ്ട്. വിരഹം അനുഭവിക്കുന്നവരുടെ കാര്യം കേട്ടോ പറയണത്. സുഖികളായിട്ടുള്ള ആളുകൾക്ക് നല്ല സന്തോഷമായിട്ടുള്ള സമയമാണ്. പക്ഷേ വിരഹം ആ മേഘങ്ങളെ വരണ കണ്ടാൽ തന്നെ എന്തെന്നില്ലാണ്ട ക്ലേശമാണ് എൻ്റെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഈ സന്യാസിക്കാണെങ്കിൽ മേഘങ്ങൾ ഇങ്ങനെ പൊങ്ങി വരണ കണ്ടപ്പോൾ അങ്ങനെ നോക്കിയ മേഘങ്ങളെ
കണ്ടപ്പോൾ തോന്നണത് മേഘ എന്നല്ല തോന്നണത്. ഇപ്പോഴും വരാണ്ട് സുഭദ്രയുടെ തലമുടിയാണ് കാണുന്നത്. സുഭദ്രയുടെ തലമുടിയാണ്, മേഘല്ല കണ്ടപ്പോഴേ. അത്ര തലമുടി പോലെ മനോഹരമാണ്, തലമുടി പോലെ മനോഹരമാണ് മേഘം. മേഘം പോലെ ഇങ്ങടല്ല, ഇങ്ങനെയാണ്. ആ തലമുടിയാണ് ഓർമ്മ വരുന്നത്. അത് ഞാൻ മേഘം തന്നെ വരുമ്പോൾ അതിനിടയിൽ മിന്നൽ കാണും. സുഭദ്രയുണ്ട് അവിടെ, സുഭദ്ര. ആ മിന്നൽ കാണുമ്പോൾ സുഭദ്രയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഓരോന്ന്. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഉണ്ടാവുക ഈ മഴയുടെ പെയ്താൽ ചില പ്രത്യേക പുഷ്പങ്ങൾ പൂക്കുന്നുണ്ട്. നല്ല പുഷ്പങ്ങളൊക്കെ മഴ പെയ്താലാണ് പൂക്കുക. മുല്ലപ്പൂവ്, പിച്ചക പൂവ് തുടങ്ങിയുള്ളതൊക്കെ. അത് എപ്പോഴാണ് പൂവ് ഉണ്ടാവുക എന്നാണെങ്കിൽ സന്ധ്യ നേരത്താണ് അത് വിടുക. ഈ ഗന്ധമുള്ള പുഷ്പങ്ങളൊക്കെ സന്ധ്യയ്ക്കാണല്ലോ വിടുക. ആ പൂവ് ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ആ പൂവ് ഇങ്ങനെ നിറച്ച് നിൽക്കണ കാണുമ്പോഴേ സുഭദ്രയുടെ മന്ദഹാസം പോലെ തോന്നുന്നത്, ചിരിക്കണ പോലെ തോന്നുന്നത്. അതുപോലെയുള്ള മുല്ലപ്പൂവ് മുട്ട് ആ പല്ലാണെന്നാണ് തോന്നുന്നത്, പല്ലിന്ന് കാണുമ്പോൾ. പക്ഷെ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. മുഴുവൻ സുഭദ്രയാ, കണ്ടിട്ടില്ലേനും. ആ ഒന്ന് കണ്ടതേ ഉള്ളൂ, പിന്നെ അല്ലാണ്ട് കണ്ടിട്ടില്ലെങ്കിലും അതിങ്ങനെ മനസ്സിൽ തോന്നുക. അത് കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞിരിക്കും. പിന്നെ ഓരോന്നും ആ വർഷാകാലത്തുണ്ടാവുന്നതായിട്ടുള്ള ഓരോന്നും വിരഹം ഉണ്ടാക്കണതാണ്. ഈ സമയത്തൊക്കെ പ്രാണാൻ വഹൻ, പ്രാണധാരണം ചെയ്യാൻ വളരെ 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 ക്ലേശിക്കുന്നു. ഇത് തന്നെയല്ല, ആ മഴ എങ്ങനെ പെയ്തിട്ട് കാറ്റ് തട്ടി ശരീരത്തിലേക്ക് ബാധിക്കുമല്ലോ. അപ്പം ഉണ്ടാവുന്ന ഒരു ക്ലേശല്ലേ. സാധാരണ ആളുകൾക്ക് ബഹുസുഖം ഉണ്ടാവുക. മറ്റതെന്താ, ആ കാറ്റം തട്ടിയിട്ട് ആ വെള്ളം കിട്ടുന്ന ശരീരത്തിൽ തട്ടുമ്പോൾ തളച്ച വെള്ളം മേലേക്ക് ഒഴിക്കണ പോലെയുള്ള ക്ലേശം സഹിക്കുകയ്യ. അങ്ങനെയാണ് തോന്നുക. അത്ര കഠിനമായിട്ട് ഇങ്ങനെ തോന്നും. ഓരോന്നും വിപരീതമായിട്ടാണ് തോന്നുന്നത്. ഇന്നതൊന്നുമില്ല, എല്ലാം അങ്ങനെയാണ്. അതുപോലെ പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കണ കാണുമ്പോൾ ഉണ്ടാവുന്ന ഗന്ധല്ലേ, ആ ഗന്ധം അങ്ങനെ വരുമ്പോൾ അത് അസഹ്യമായിട്ട് ദണ്ഡ തോന്നുക. മൂക്കിലേക്ക് തട്ടുമ്പോൾ ഉണ്ടാവുന്ന ഇല്ലേ ദണ്ഡ സഹിക്കില്ല. ഈ കുയിലിൻ്റെ ശബ്ദം, മയിലിൻ്റെ നൃത്തം കാണുമ്പോൾ കാണുകയ്യ. കുയിലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചെവി ഇങ്ങനെ ഓരോന്നും സഹിക്കവയ്യാതെ കണ്ടാണ് തോന്നുന്നത്. അസഹ്യമായിട്ടുള്ളത് എന്താണ് അനുഭവിക്കുന്നത്. അതാണ് ദിനാനി നിത്വാ, ദിവസങ്ങള് കഴിച്ചു കൂട്ടി എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെ കഴിച്ചു കൂട്ടാൻ പറ്റി? അത്രയും അസഹ്യമായുള്ളത് എന്താണ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണം പോയി എന്ന് വരില്ലേ, ഒരു പരിശീലിക്കാനും എന്നാണെങ്കിൽ പ്രാണം പോകില്ല. എന്താ കാരണം? ഭൂയോപി കൃഷ്ണഗിരമേവകിലവലംബ്യ, കൃഷ്ണഗീരിനെ തന്നെ അവലംബിച്ചും കൊണ്ടാണ് ഭഗവാന്റെ വാക്ക്. ഭഗവാൻ തന്നോട് പറഞ്ഞിട്ടുള്ള വാക്കില്ലേ, എന്താ പറഞ്ഞേക്കണത്? അർജുന, ഒട്ടും പരിഭ്രമിക്കേണ്ട, ഞാനല്ലേ പറഞ്ഞത്, ഇവിടെ തന്നെ അധിവസിച്ചോളൂ, ഞാൻ ഭംഗിയാക്കി തീർക്കാം, ഒട്ടും പരിഭ്രമിക്കേണ്ട എന്നാണ് പറഞ്ഞേക്കണത്. കൃഷ്ണഗിരമേവ, ആ ഭഗവാന്റെ വാക്കാണ്. അപ്പോ ഭഗവാൻ വരും, അധികം താമസിക്കാതെ കണ്ടുവരും. വരുന്നുണ്ടോ, കൃഷ്ണൻ വരുന്നുണ്ടോ എന്നാണ് നോക്കണത്. ഇപ്പൊ കൃഷ്ണഗിരമേവ ഭൂയോപി, പിന്നെയും അത് തന്നെയാണ്. പിന്നെ ആദ്യം അങ്ങനെ തന്നെയാണ്. തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം പറഞ്ഞത് എന്താ? ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞാ പോയിക്കണത്. അപ്പോഴും ഭഗവാന്റെ വാക്ക് എപ്പോഴാ വരിക നോക്കിയിട്ടാ. പിന്നെയാണ് ഭഗവാൻ വന്നു, പിന്നെയും അത് തന്നെ. അങ്ങനെ ഭൂയോപി കൃഷ്ണഗിരമേവാഹ. എന്നാൽ എപ്പോഴാ വരിക? പിന്നെ പറഞ്ഞു പോയേക്കണ എന്താ? വേറെ എല്ലാം പറയുക കഴിഞ്ഞ് അർജുന ഇവിടെ ഇരുന്നോളൂ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനല്ല വരെയുണ്ടാവുക, ബലരാമജ്യേഷ്ഠൻ തുടങ്ങിയിട്ടുള്ളവരാണ് വരിക. എന്നിട്ട് ദ്വാരകയിലേക്ക് ഞാനുണ്ടാവും, ഭ്രമിക്കണ്ട, ദ്വാരകയിലേക്ക് കൂട്ടി കൊണ്ടുപോകും എന്നാണ് ഇത് പറഞ്ഞേക്കണത്. എന്ന് തന്നെയല്ല കുവാരയാണ് പറഞ്ഞത്, അർജുന ഞാൻ പിന്നെ വരാം മാപ്പിള, പിന്നെ വരാമെന്നാണ് പറഞ്ഞത്. ഇന്ന ദിവസം വരാമെന്നല്ല, എത്ര ദിവസം കഴിഞ്ഞാൽ വരാമെന്നും അല്ല പറഞ്ഞിരുന്നത്, പിന്നെ വരാം. പിന്നെ വരാമെന്ന് പറഞ്ഞാൽ എന്ത് പണിയാവേ? പിന്നെ എന്ന് വെച്ചാൽ പോയി അപ്പം തന്നെ വരാം, പിന്നെ വരില്ല.
2 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും പിന്നെ വരില്ല, കുറേ ദിവസം കഴിഞ്ഞ് വന്നാലും പിന്നെ വരില്ല. ഇതൊക്കെ പിന്നെ വരില്ല തന്നെയാ. എന്നാ വരികവോ? അപ്പോൾ എന്നും പ്രഭാതമായി തൻ്റെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ നോക്കി വരുന്നുണ്ടോ, കൃഷ്ണൻ വരുന്നുണ്ടോ ഇങ്ങനെ നോക്കും. ഇത് തന്നെയല്ല, ഇവിടെ പള്ളിക്കൂടിലും ഇരിക്കുമ്പോൾ എന്ത് വേണം? സന്യാസിയാണെന്നാണ് പറഞ്ഞത്. സന്യാസി ഇരിക്കണ പോലെ ധ്യാനത്തിലിരിക്കണം, ഇരിക്കണ പോലെ വേണേ. അപ്പം ആരെങ്കിലും യാദൃച്ഛികമായിട്ട് കണ്ടാൽ ഏതാ ഈ സന്യാസി തോന്നരുത്. അപ്പം അതിന് ഭാഗത്തിന് വേണം ഇരിക്കാൻ. ആ ഇരിക്കുമ്പോൾ നോക്കണത് കൃഷ്ണൻ വരുന്നുണ്ടോ എന്നാണ് നോക്കണത്. ഇങ്ങനെ ആ അർജുനൻ അവിടെ സന്യാസവേഷം സ്വീകരിച്ചും കൊണ്ട് വളരെ ക്ലേശം അനുഭവിച്ചും കൊണ്ട് ദിനാനി നീത്വാ ദിവസങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കണ അവസരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ഇത് പറഞ്ഞിട്ടാണല്ലോ പോയിക്കണത്. ഭഗവാനും 10 ദിവസം കഴിഞ്ഞു മഴ തുടങ്ങി. മഴ ഒന്ന് കുറഞ്ഞ ഒരവസരം ദിവസം, മഴക്കാലത്ത് തന്നെയാണ്. മഴ ഇങ്ങോട്ട് കുറഞ്ഞു, വല്ലാണ്ട് മഴയില്ല എന്നുള്ള ദിവസമായി. 1-2 ദിവസം മഴയില്ലാതെ കണ്ടായി. അന്ന് തീരെ മഴയില്ല. അങ്ങനത്തെ ഒരു ദിവസം അന്ന് ഭഗവാൻ തൻ്റെ നിത്യകർമ്മ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബലരാമജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് ചെന്ന് ബലരാം, എന്താ കൃഷ്ണ എന്താ? അല്ല മഴയൊക്കെ ഒന്ന് ഇല്ലാതെ കണ്ടായല്ലോ. ഇന്ന് വലിയമായിട്ട് മഴ കാണാനില്ല, കുറേ ദിവസമായിട്ട് മഴ തന്നെ ആയിരുന്നു. അതെ മഴയായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവത പർവ്വതത്തിലൊക്കെ അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് നോക്കി കണ്ടിട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളാരെങ്കിലും ഇത് നോക്കിയാലേ അവിടെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ചെയ്യാനുള്ള ആളൊക്കെ ഉണ്ട്, ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മളാരും അങ്ങോട്ട് ചെല്ലുന്നില്ല എന്ന് വന്നാൽ ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കും ഒരു ശ്രദ്ധ കുറഞ്ഞു എന്ന് വരാം. കുറേ ദിവസമായിട്ട് നമ്മൾ പോയിട്ടില്ലല്ലോ അല്ലേ? ഒന്ന് പോയി നോക്കി വരാം. കൃഷ്ണ അതൊക്കെ വേണോ? അല്ല ഇന്നാണിപ്പോൾ ഇത് മഴ കുറവുള്ള ദിവസം, ഇനിയിപ്പോൾ നാളെയൊക്കെ മഴ ഉണ്ടാവുമെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയി വന്നാൽ അവിടുന്നും കൂടി വേണം. കൃഷ്ണ പോരെ? അത് പോരാ, അവിടുന്നും കൂടി ഉണ്ടെങ്കിൽ അവിടെ അടിയൻ തന്നെ പോയാൽ ചിലപ്പോൾ അത്ര എല്ലാവർക്കും വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. അവിടുന്നും കൂടി ഉണ്ടെങ്കിൽ ആളൊക്കെ ഒരു ഭയം ഉണ്ടാവും. കൃഷ്ണ ഞാൻ വേണം. എന്നാ പോവാ, അങ്ങനെയാണെങ്കിൽ പോവാ. അങ്ങനെ ബലരാമൻ പുറപ്പെട്ടു. ബലരാമൻ്റെ കൂടെ സഹായികളായിട്ടുള്ള ആളുകളും ഉണ്ട്, ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ആളുകൾ, അവരും പുറപ്പെട്ടുണ്ട്. ഇങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടുന്ന് പുറപ്പെട്ട് രൈവത പർവ്വതത്തിൽ വന്ന് അവിടെ ഇങ്ങനെ നടന്നു തുടങ്ങി. അങ്ങനെ നടന്നു തുടങ്ങിയപ്പോൾ അവിടെ ഈ മഴയില്ലാതെ കണ്ടായപ്പോൾ അനവധി ആളുകൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു കളിക്കാനുള്ള സ്ഥലമാണ്, യാദവന്മാർക്ക് കളിക്കാനുള്ളൊരു സ്ഥലമാണ്. അവിടെ പലതരത്തിലെ ഉദ്യാനമുണ്ട്, പലതുണ്ട്. അവിടെ പലരും വന്ന് കളിക്കണു, പല വശവും ഉണ്ട്. ഭഗവാൻ അവിടെ വന്ന് കളിക്കുന്ന ആൾ കഴിഞ്ഞപ്പോൾ ആ കളി ഇങ്ങനെ കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഇങ്ങനെ നിന്നു. ഇവരെല്ലാവരും ബലരാമൻ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ പോണു. ആ സമയത്തെങ്കിൽ ഈ സന്യാസി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കൃഷ്ണൻ വരുന്നുണ്ടോ. ആരും 10 ദിവസമായിട്ട് വരാറില്ല. ഉത്സവം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത് തന്നെയല്ല മഴ അങ്ങോട്ട് തുടങ്ങുകയും ചെയ്തല്ലോ. അന്ന് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സന്യാസി അഭ്യാഗതന്മാരെ അയാളെ കണ്ടു. ആരോ വരണാണ്, ചില ആള് വരുന്നുണ്ടല്ലോ. അകലേ നിന്ന് കണ്ടു ചില ആള് വരണത്. ആരാ വരണേന്ന് മനസ്സിലാവുന്നില്ല. ചില ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാ വരണേ? കൃഷ്ണനാണല്ലോ വരാന്ന് പറഞ്ഞത്. കൃഷ്ണൻ വരുന്നുണ്ടാവും. കൃഷ്ണൻ ശ്രദ്ധ അവിടേക്കായി. അവിടേക്ക് അങ്ങനെ നോക്കിയപ്പോ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ടല്ലോ, 3-4-5 പേരെ കാണാനുണ്ട്. ഇതിലിപ്പോൾ നോക്കിയപ്പോൾ
കൃഷ്ണനെ കാണില്ല. കൃഷ്ണനല്ലാത്ത ആളിലൊക്കെ കാണാൻ, കൃഷ്ണനെ കണ്ട അർജുനൻ വേഗം അറിയുമല്ലോ. നോക്കിയപ്പോ കൃഷ്ണനില്ല. അങ്ങനെ കുറെ ശ്രദ്ധിച്ചപ്പോഴാണ് കൃഷ്ണൻ മാത്രമില്ല, പിന്നെ ആരാ? താലാംഗസാരണമുഖന്മാരാണ്. താലാങ്കൻ സാരണൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ബലരാമൻ സാരണൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. ബലരാമൻ അദ്ദേഹത്തിൻ്റെ അനുജനായിട്ടുള്ള സാരണൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കള്, ഇങ്ങനെ തുടങ്ങിയിട്ട് 3-4 പേരാണ്. ബലരാമനുണ്ട്, എന്താ വരണേ ചോദിക്കാനില്ലല്ലോ. ക്രീഡാപർവ്വതല്ലേ, ഉദ്യാനമൊക്കെ അല്ലേ, അങ്ങനെ വരണതാവും, കാണാനായിട്ടൊക്കെ വരണതായിരിക്കും. അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭ്യാഗതന്മാരാ തൻ്റെ നേരെ വരുന്നത്, ഇങ്ങടാ വരുന്നത്. ഇങ്ങട് തന്നെയാണല്ലോ വരണത്. സന്യാസിക്ക് തോന്നണതാണ് തൻ്റെ നേരെ വരണേന്നുള്ളത്. ഈ ബലരാമനും സാരണം തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല, പിന്നെന്താ അവർ വരണമെന്നേ ഉള്ളൂ. നോക്കിയപ്പോ വരുന്നുണ്ട്, എൻ്റെ നേരെയാണല്ലോ വരണത്, ഇങ്ങടാണല്ലോ. വേഗം അർജുനൻ സന്യാസി വളരെ ധ്യാനത്തോടുകൂടി അവിടെ നിൽക്കും. വിശിഷ്ടനായ സന്യാസി എങ്ങനെയാണോ ധ്യാനിച്ചിരിക്കേണ്ടത് അതേപോലെ ചലനം കൂടാതെ കണ്ട് അവിടെ ഇങ്ങനെ ഗതാഗ്രഹത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കും. ഇവിടെ യദുപ്രവീരന്മാര്, യാദവശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകള് അവര് എന്താ പറയണു? സാലാംഗസാരണമുഖാൻ, ബലരാമൻ സാരണം തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള പ്രധാനികളായിട്ടുള്ള യാദവന്മാരെ തൻ്റെ നേരെ വരുന്നു. കണ്ടപ്പോ ഉള്ളിൽ പരിഭ്രമായി. എന്തിനാ വരണേന്ന് നിശ്ചയില്ല. ഈ ബലരാമൻ്റെ കയ്യിൽ എപ്പോഴും ആയുധം ഉണ്ടാവും. ആയുധമില്ലാണ്ട് അദ്ദേഹം സഞ്ചരിക്കില്ല. നിസ്സാരായുധമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഒരു കയ്യിൽ കലപ്പ, ഒരു കയ്യിൽ ഇരുമ്പോലയ്ക്ക, ഇങ്ങനെയാണ് അദ്ദേഹം നടക്കുക. എന്തിനാ ഈ ഇങ്ങനത്തെ ആയുധം വേറെ ആർക്കും ഇല്ല, അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ആയുധം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പെട്ടാൽ ഓടിപ്പോകാൻ പറ്റില്ല. എന്താ കാരണം? ഈ കലപ്പുകൊണ്ട് ഇത് പിടിക്കും, എന്നിട്ട് ഇരുമ്പോലയ്ക്ക കൊണ്ട് ഒന്നാണ് തന്നാൽ അതോടുകൂടി കഴിഞ്ഞു. ഇങ്ങനെയാ. അപ്പോൾ എൻ്റെ നേരെ വരുന്നല്ലോ, ഇനി ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ആരും ഇവിടെ വരേണ്ടായിട്ടില്ല. അദ്ദേഹത്തിനോട് പോയി പറയാൻ, അത് ആ രൈവത പർവ്വതത്തിൽ ഒരു കള്ളസന്യാസി വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്നെങ്ങാനും പറഞ്ഞിട്ട് എൻ്റെ നേരെ വരണതാണോ? ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് ഇനി ഓടി പോകാനും പറ്റില്ല. ഇത് അദ്ദേഹത്തിൻ്റെ എന്താ വേണ്ടേ? ഏതായാലും വേണ്ടില്ല, ധ്യാനിച്ച് കണ്ണടച്ച് അവിടെ അങ്ങ് ഇരുന്നു. അനങ്ങാണ്ട് ഒരു ചലനം കൂടെ ഒന്നും അറിയാതെ കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. ഈ ബലരാമൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഓരോന്നും കണ്ടുകൊണ്ടാണ് വരണത്. ധ്യാനത്തിലുള്ളതായുള്ള പലതും കണ്ടും കൊണ്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് വരണത്. അവിടെയുള്ള ചില ആളുകളോട് അങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൊമ്പൊന്ന് വെട്ടിക്കോളൂ, ഇതിൻ്റെ അതൊന്ന് ചെയ്തോളൂ എന്നൊക്കെ പ്രത്യേക നിർദ്ദേശം കൊടുക്കണമൊക്കെ ഉണ്ട്. തൻ്റെ നേരെ വരണമെന്ന് സന്യാസിക്കാ തോന്നിയത്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല, അങ്ങനെ നോക്കി കണ്ടുകൊണ്ട് അങ്ങനെ വരിക. വന്ന് ഇവിടെ വന്നാൽ നോക്കിയപ്പോഴാണ് ഒരു സന്യാസി മനസ്സിലേക്ക് നോക്കിയപ്പോൾ ചലനമില്ല, ധ്യാനനിരതനായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. കണ്ടപ്പോൾ തന്നെ ബഹുമാനം തോന്നി. നിങ്ങൾ സന്യാസിയോ? തൊഴുത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു കുറച്ച് നേരം. ആരാണാവോ? അറിഞ്ഞിട്ടില്ല, ആരും പറഞ്ഞേ കേട്ടിട്ടില്ല. അയോഗ്യനായിട്ടുള്ള ആളാണ് തോന്നി. ഇങ്ങനെ അങ്ങനെ അർജുനനെ കണ്ടിട്ട് യോഗ്യനായിട്ട് സന്യാസിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാധാരണ സന്യാസിയെ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ഇതിനറിയാലോ. സന്യാസിയെ കണ്ടാൽ അപ്പം നമസ്കരിക്കണം എന്നാണ്.
നിയമം. ഒരു നിമിഷം കണ്ണടച്ചിരിക്കുമ്പോൾ നമസ്കരിക്കുകയല്ലോ, കണ്ണെന്ന് തുറന്നിട്ടാവാം എന്ന് വിചാരിച്ച് കാത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. ദേഹവും അർജുനനും കണ്ണ് തുറക്കാൻ ഭയമുണ്ട്. പിന്നെ കുറച്ചു നേരമായില്ലേ, പതുക്കെ കണ്ണൊന്നങ്ങനെ മിടിച്ചു. പേടിച്ചിട്ടാണ് ഇന്നലെ വേണ്ടില്ല കണ്ണ് പിടിക്കണം കണ്ടപ്പോൾ ധ്യാനത്തിൽ നിന്ന് നിവർത്തിച്ചു. വേഗം ഈ വരാനും തുടങ്ങിയിട്ടില്ല. അവരെന്ത് ഇതൊന്നാണെങ്കിൽ അനുഗൃഹാനാസ്വാഗതികോസൗ മഹായതിരുപവിഷ്ടേഷു ദേശു സ്വയം അബലാഭിമുഖാശയോ വിബലാഭിമുഖോ ഭൂത്വാ പുനഃ അഭാഷിഷ്ട. മഹായോഗിയായിട്ടുള്ള ആള് അർജുനൻ അങ്ങനെ ഇരിക്കണല്ലോ. അപ്പോഴാണ് അങ്ങോട്ട് നമസ്കരിക്കണത്. കാക്കല അങ്ങോട്ട് നമസ്കരിക്കണ കണ്ടപ്പോ സമാധാനായി. എന്താ തന്നെ ഇവിടുന്ന് ഓടിക്കാൻ വന്നതല്ല. ഏതായാലും അർജുനൻ്റെ അതാ പ്രണതാൻ ഏതാൻ ഇവിടെ നമസ്കരിക്കുമല്ലോ. വേഗം നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? അനുഗ്രഹാന. നമസ്കരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കണം വേണ്ടേ? അനുഗ്രഹിച്ചു. എന്നാൽ എങ്ങനെ അനുഗ്രഹിച്ചു? സാധാരണ ആളുകൾ അനുഗ്രഹിക്കണ പോലെയല്ല സന്യാസി അനുഗ്രഹിക്കുക. അതിന് മാറ്റമുണ്ട്. സാധാരണ ആളുകൾ എങ്ങനെ അനുഗ്രഹിക്കുക? കൈകൊണ്ട് അനുഗ്രഹിക്കും ഇല്ലേ? സന്യാസി എങ്ങനെയല്ല, കൈകൊണ്ടല്ല. പിന്നെ സാധാരണ പറയുക കാലുകൊണ്ടെന്ന്. അത്രേ കാലുകൊണ്ടും അനുഗ്രഹിക്കാറില്ല. പിന്നെന്താ? അനുഗ്രഹവാചകം പറഞ്ഞു പഠിക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ പൊതുവെ. എന്താണെന്നാണെങ്കിൽ അത് ഇദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഇത് അനുഗ്രഹാന ഇങ്ങനെ അനുഗ്രഹിച്ചു. എന്താണെന്നാണെങ്കിൽ അനുഗ്രഹിച്ചത് അജ്ഞാനപ്രശമ അസ്തു. അജ്ഞാനപ്രശമം ഭവിക്കട്ടെ എന്നാണ് അനുഗ്രഹിച്ചത്. അജ്ഞാനം അതിനാണ് സ്വാഗതിക. അസൗ സ്വാഗതികനായിട്ടാണ്. സ്വാഗതികൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയണ ആള്. ഒരു 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 എന്ന് പറഞ്ഞ സ്വാഗതികൻ അല്ലേ? അസൗ മഹായോഗി. ഇദ്ദേഹം ഇങ്ങനെ അനുഗ്രഹിച്ചു. അജ്ഞാനപ്രശമം അറിവില്ലായ്മ ഇല്ലാണ്ടാവട്ടെ. ഇതാണ് അനുഗ്രഹിച്ചത്. അല്ലേ? നല്ലോണം ആലോചിച്ചിട്ടാണ് അർജുനനെ. എന്താ കാരണം എന്നാണെങ്കിൽ വളരെ മനസ്സുറുത്തണം. ആരെ അനുഗ്രഹിക്കണേ? ബലരാമനെയാണ്. അവിചാരിതമായിട്ടൊരു വാക്ക് തന്നിൽ നിന്ന് പുറപ്പെട്ടാൽ ഇദ്ദേഹം കാര്യം മനസ്സിലാക്കുന്നു, താൻ കള്ളസന്യാസിയാണ് എന്നുള്ളത്. അപ്പൊ എന്ത് വേണം? വളരെ ശ്രദ്ധിക്കണം. പറയണ ഉച്ചരിക്കണ വാക്ക് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണത്തിട്ടാ. എന്താ? അജ്ഞാനപ്രശമ അസ്തു. അജ്ഞാനമില്ലാണ്ടാവട്ടെ. ചിലപ്പോൾ എന്തായാലും സാധാരണ അജ്ഞാനം, ജ്ഞാനം, വിജ്ഞാനം 3 തരത്തിലാണ് പറയുക. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ ഭൗതിക ജ്ഞാനം. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുക. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമല്ല, കുറച്ചും കൂടി ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം. ഇതിനെയാണ് വിജ്ഞാനം അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? അജ്ഞാനമില്ലാണ്ടാവട്ടെ എന്നോ, അല്ലാണ്ട് ജ്ഞാനം ഉണ്ടാവട്ടെ എന്നോ വിജ്ഞാനം ഉണ്ടാവട്ടെ എന്നോ അല്ല. നിങ്ങളുടെ എല്ലാവരുടെയും അജ്ഞാനം ശ്രമിക്കട്ടെ. പരമാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? എന്താണെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ ഇല്ലാണ്ടാവട്ടെ. എന്താ വെച്ചാൽ ഇപ്പം എന്നെ നമസ്കരിച്ചേക്കണത് അറിവില്ലാത്തതുകൊണ്ടാണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ അറിയും ഞാൻ ആരാണ് എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവുന്നു. ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതങ്ങോട്ട് കേട്ടപ്പോ ബലരാമനുണ്ടായൊരു അതില്ലേ എന്ത് കഥ? സന്യാസം അനുഗ്രഹിച്ചത് കണ്ടില്ലേ? അജ്ഞാനമില്ലാണ്ടാവട്ടെ എന്ന്. നമുക്ക് ജ്ഞാനമുണ്ടാവട്ടെ, ഭഗവത് ജ്ഞാനമുണ്ടാവട്ടെ, വേണ്ട ജ്ഞാനമുണ്ടാവട്ടെ എന്ന്. ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കാൻ സാധ്യമാവണമെങ്കിൽ നല്ല ഗ്രഹിതം ഉണ്ടാവണം, അറിവുണ്ടാവണം അല്ലേ? അനുഗ്രഹാനാ സ്വാഗതികോസൗ. സ്വാഗതികനായിട്ട് അദ്ദേഹം
സ്വാഗതം പറയണതായുള്ള ഇദ്ദേഹം ഇങ്ങനെ അനുഗ്രഹിച്ചതിൻ്റെ ശേഷം സ്വാഗതിതാഹ എന്നിട്ടോ ഉപവിഷ്ടേഷു ദേഷു ഉപവിഷ്ടന്മാരായി ഇരുന്നവർ എല്ലാവരും. ഇരുന്നത് എങ്ങനെയാ, എങ്ങനെ ഇരുന്നു എന്നാണെങ്കിൽ ബലാഭിമുഖനായിരുന്നു. ചലോ ഈ മഹായതി ബലാഭിമുഖനായിരുന്നു, ബലന്റെ അഭിമുഖനായിരുന്നു. ബലരാമന്റെ മുമ്പിൽ ഒന്ന് നേരെ ഇരുന്നത്. ഈ സന്യാസിയുടെ മുമ്പിൽ തന്നെയാണ് ഇരുന്നത് ബലരാമൻ. അത്ര വേണം വിചാരിച്ചില്ല. എന്താ നേരെ ഇരിക്കണം എന്ന് വിചാരിച്ചില്ല. എന്താ കാരണം? സ്വയം അബലാഭിമുഖാഹ, സ്വയം അബലാഭിമുഖനാണ്. ബലഭദ്രയോട് അത്ര താല്പര്യമില്ല, വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യമുള്ളത് കൃഷ്ണനോടാണ്, പക്ഷെ ബലരാമനോടല്ല അധികം താല്പര്യം. മുമ്പിലിരിക്കണമെന്ന് വിചാരമില്ല. എന്താ മുമ്പിലിരുന്നാളത്തെ വിഷമെന്നോ? ഇവിടെ ഇരുന്നാത്ത അവിടെ ഇരുന്നാലും ഒരുപോലെ അല്ല, മാറ്റമുണ്ട്. മുമ്പിലിരുന്നാലും ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നാലും രണ്ടുമായിട്ട് മാറ്റമുണ്ട്. എന്താ എന്താ കാണുന്നല്ലേ? തൻ്റെ മുമ്പിലാണ് ഇരിക്കണത്, സന്യാസിയുടെ നേരെ മുമ്പിൽ. എന്നിട്ട് ഞാൻ നോക്കുക, ഏതാ ഈ സന്യാസി, ഇതാരാ അത്, ഇങ്ങനെ സന്യാസി എന്നുള്ളത് കുറച്ച് നേരം നോക്കിയാൽ, നല്ല പരിചയമുള്ള ആളായാൽ ആളെ മനസ്സിലാവും അല്ലേ? എന്ത് വേഷം കെട്ടിക്കോട്ടെ, എങ്ങനെയുള്ള വേഷം കെട്ടിയാലും വേണ്ടില്ല, എത്ര വലിയ വേഷക്കാരനായാലും വേണ്ടില്ല, മുമ്പിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇത് ഇയാളാണല്ലോ, ഇന്ന ആളാണല്ലോ, ഇന്ന അവിടെ ചായ ഉണ്ടല്ലോ, പരിചയമുള്ള ആളാണ് മനസ്സിലാവും ഇല്ലേ? ഈ ബലരാമനെ അർജുനെ അറിയില്ലേ? നല്ലോണം പരിചയമുണ്ട്. മുമ്പിൽ അവിടെ ഇരുന്ന് കുറച്ച് നേരം കേശാദി പാദാദി കേശകരം നോക്കിക്കൊണ്ടിരുന്ന എന്തൊരു പരിചയമുള്ള ആളാണല്ലോ, നല്ല പരിചയമുണ്ടല്ലോ. ഏത് വേഷം കെട്ടിയാലും സ്വതവേയുള്ള ആ പ്രകൃതം ഉണ്ടാവുമല്ലോ, അതില്ലാതെ കണ്ടിരിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ചലനത്തിൽ ആളുടെ ഛായ ഉണ്ടെന്ന് തോന്നിയാൽ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ മനസ്സിലാക്കാൻ ഇന്ന ആളാണെന്ന് അല്ലേ? ഇപ്പൊ ബലരാമൻ തൻ്റെ മുമ്പിലിരുന്നാൽ കാര്യം അർത്ഥമാവൂലോ, തൻ്റെ പരമാർത്ഥം അറിയോ? അപ്പൊ എന്താ വേണ്ടേ? ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക. ഇങ്ങനെ എങ്ങാണ്ടിരുന്നാൽ മതി, നേരെ മുമ്പിൽ വന്നിരുന്ന അർത്ഥം ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നല്ലോണം കാണില്ല, നല്ലോണം കാണണം എന്നുള്ള ഒരു മുമ്പിലായിരിക്കുക. സാധാരണ ഇവിടെ എന്തെങ്കിലും കാണാൻ പോകുമ്പോൾ കാണാം, മുമ്പിൽ വന്നിരിക്കണതിൻ്റെ വിചാരം എന്താ? നല്ലോണം കാണത്തിട്ടാണ്. നല്ലോണം കാണാണ്ടെങ്കിൽ വല്ല മുക്കിലും പോയിരുന്നാൽ മതി. സാധാരണ അങ്ങനെയാ അല്ലേ? അപ്പോ ബലരാമനും അദ്ദേഹത്തിനോട് ബഹുമാനം കൊണ്ടാണ് മുമ്പിലിരുന്നത്. അപ്പോ എന്നാൽ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? സ്വതവേ എങ്ങനെയാണ്? എന്താ അർജുനന്റെ സ്ഥിതി എന്താ? സന്യാസിയുടെ വേഷം സ്വീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ എങ്ങനെയാ? അബലാഭിമുഖനാണ്, അബലയോട് അഭിമുഖ്യമുള്ള ആളാണ്. അബല എന്ന് പറഞ്ഞാൽ സുഭദ്ര, സുഭദ്രയോടാണ് താല്പര്യം എന്ന് സുഭദ്രയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാ, അങ്ങനെ ഉള്ള ആളാണ്. അപ്പൊ എപ്പോഴും സുഭദ്ര ഇതിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സുഭദ്രയുടെ കേശാദിപാദം പാദാദികേശം ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആളാണ്. അബല അഭിമുഖ ആശയ, മനസ്സിൽ സുഭദ്ര തന്നെയാണ്, അങ്ങനെയുള്ള ആളാണ്. ഇവിടെയോ ബലാഭിമുഖ, ബലരാമന്റെ മുമ്പിൽ ഇരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ ഈ അർജുനനോട് താല്പര്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, കൃഷ്ണനാണ് വളരെ താല്പര്യമുണ്ട്. ഈ സുഭദ്രാ നിമിത്തമായിട്ട് ഭഗവാന് അർജുനന് കൊടുക്കണം സുഭദ്ര എന്നാണ് വിചാരം. പക്ഷേ ബലരാമൻ അത്ര ഇല്ല, അർജുനന് കൊടുക്കണം എന്നല്ല. പിന്നെ ആർക്ക് കൊടുക്കണം എന്നാ? ദുര്യോധനന് കൊടുക്കണം എന്നാ. എന്താ ദുര്യോധനോട് അടുപ്പെന്താ? ദുര്യോധനൻ തൻ്റെ ശിഷ്യനാണ്, ശിഷ്യനായിട്ടുള്ള ദുര്യോധനനാണ് സുഭദ്രയെ കൊടുക്കണം എന്ന് വിചാരമുള്ളത്. എല്ലാവർക്കും അങ്ങനെയുള്ള അവനവൻ്റെ ശിഷ്യൻ കേമനാണെന്നാണല്ലോ എല്ലാവരും വിചാരിക്കുക അല്ലേ? ഇനിയിപ്പോൾ എത്ര വളർത്താത്തവനായാലും വേണ്ടില്ല, എൻ്റെ ശിഷ്യൻ തന്നെയാണ് കേമൻ എന്നാണ് സാധാരണ എല്ലാവരും കണക്കാക്കുക. ബലരാമനും അങ്ങനെ തന്നെയാണ്.
ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും കേമൻ ദുര്യോധനനാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരി ആ ദുര്യോധനനെ തന്നെ കൊടുക്കണം എന്നാണ് ബലരാമൻ്റെ ഉള്ളിൽ. ഭഗവാനാണെങ്കിലോ അർജുനനെ കൊടുക്കണം. എന്താണ് അബലാഭിമുഖാശയാഹ. ഇവിടെ ഭുഭദ്രയെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ബലാഭിമുഖ ഭൂത്വ മുമ്പിൽ വരുന്നു. മുമ്പില് ബലരാമൻ മുമ്പിലിരുന്നു. ഇത് കഴിഞ്ഞപ്പോ എന്നിട്ട് ബലരാമൻ മുമ്പിൽ വന്നിരിക്കുക കഴിഞ്ഞപ്പോ സന്യാസി മഹാനായ യതി അതിയോഗ്യനായിട്ടുള്ള ആളാ. എന്താ പറയാൻ കാരണം, അങ്ങനെയുള്ള ആ അർജുനൻ ബലരാമനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറയാനുള്ള കാരണം എന്നാണെങ്കിൽ അതുകൊണ്ട് മുമ്പിൽ ഒരാൾ വന്നിരിക്കുക, ഒന്നും മിണ്ടാണ്ടേണ്ടി ഇരിക്കുകയാണെങ്കിൽ, സന്യാസിയാണെങ്കിൽ മിണ്ടിക്കൊള്ളണമെന്നില്ല, ധ്യാനായിട്ടിരിക്കാം, അങ്ങാണ്ട് ഇരുന്നാലും വലിയ വൈഷമ്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇരുന്നാൽ ബലരാമൻ എന്താ ഉണ്ടാവുക, ആളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. വല്ലതും പറയാൻ പുറപ്പെട്ടാലോ പറയണേക്കാവും ശ്രദ്ധ. അങ്ങനെയല്ലേ, പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ പറയണതാ, പിന്നെ ആളെ എല്ലാം നോക്കുക, ആ പറയൽ കേൾക്കുക ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും പറയുകയാണ് നല്ലത് തോന്നി, മിണ്ടാതെ കണ്ടിരിക്കണ്ട, എന്തെങ്കിലും പറയുകയാണ് എന്ന് അർജുനൻ്റെ മനസ്സിൽ തോന്നി. എന്നിട്ട് അഭാഷിട്ട ഇങ്ങനെ ഭാഷിച്ചു എന്ന് മാത്രമല്ല, സാധാരണ നിലയ്ക്ക് ആരെങ്കിലും തൻ്റെ അടുക്ക വന്നാൽ ആ ആളോട് സൗഹൃദമായിട്ട് എന്തെങ്കിലും പറയണം. മിണ്ടാണ്ടിരിക്കണത് അതൊരു ഭംഗിയായിട്ടുള്ളതല്ല. ആ നിലയ്ക്ക് എന്താണ് പറഞ്ഞത് എന്നാണെങ്കിൽ ബലഭദ്രാവലോകേന ഉദാർത്ഥഃ ഭിക്ഷുദാധുനാ കിം വാസുഭദ്രാവഗമോ നജിരാന്മേ ഭവിഷ്യതി. ബലഭദ്രൻ എനിക്ക് പറയാനുള്ളത് മേ ഭിക്ഷുത കൃതാർത്ഥ, എൻ്റെ ഭിക്ഷുത കൃതാർത്ഥയായിരുന്നു. ഞാൻ ഈ സന്യാസവേഷം സ്വീകരിച്ചില്ലേ, ഇത് സഫലമായി. ഇങ്ങനെയാണ് വേണ്ടത്. ഇത്രയും കാലം ഇത് ഞാൻ വിചാരിക്കാത്തതാണ്, ഇങ്ങനെ ഒന്ന് സാധ്യമാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കൃതാർത്ഥയായിരുന്നു. അതെങ്ങനെയാണ് എന്നാണെങ്കിൽ ബലഭദ്രാവലോകേന, ബലഭദ്രാവലോകനം കൊണ്ട് ബലഭദ്രരെ അവലോകനം ചെയ്തു. അങ്ങയെ കാണാൻ സാധിച്ചില്ലേ. ഇതിലധികം എന്താ വേണ്ടത്? വലിയ വലിയ ആളുകൾ, മഹാന്മാരായിട്ടുള്ള ആളുകളെ കാണാം, ലോകത്തിങ്കലേക്ക് വിശിഷ്ടന്മാരായിട്ടുള്ള ആളുകളെ കാണാം. ഇതാണ് ഇതിൻ്റെ പരമ ഗുണം അല്ലേ. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഈ സന്യാസം ഉണ്ടല്ലോ വളരെ വളരെ സഫലമായിട്ട് തീർന്നു. വളരെ വളരെ സന്തോഷമായി. അങ്ങയെ കാണാൻ സാധിച്ചുള്ളൂ. ഇത് വിചാരിച്ചറില്ല, ഇവിടെ വരിക അങ്ങയെ കാണാൻ പറ്റും ഒന്നും വിചാരിച്ചിട്ടില്ല. കാണാനായിട്ട് സാധിച്ചില്ലേ. അങ്ങയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എത്ര ഭാഗ്യം ചെയ്യണം കേട്ടെ. അനവധി കാലം സൽക്കർമ്മങ്ങൾ ചെയ്താലേ അല്ലേ അങ്ങയെ പോലുള്ള മഹാന്മാരെ കാണാനായിട്ട് സാധ്യമുള്ളൂ. അതുകൊണ്ട് വളരെ കൃതാർത്ഥനായിട്ട് തീർന്നാകുമോ ഞാൻ. ഇനി എന്നാൽ ആഗ്രഹമൊക്കെ സാധിച്ചു അങ്ങനെ പറയൂല. തൽക്കാലം ഞാൻ കൃതാർത്ഥനായി. ഇനിയോ ഒന്നും കൂടി സാധിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സാധിക്കുമോ നിശ്ചയ. എന്താ അത് എന്നാണ് വാസുഭദ്രാവഗമ നജിരാത്മേ ഭവത് പുനഃ. വാസുഭദ്രാവഗമം, വാസുഭദ്ര ഉണ്ടല്ലോ കൃഷ്ണൻ, ആ കൃഷ്ണനെയും കൂടി കാണാം. അത് താമസിക്കാതെ തന്നെ അജിരാൽ വേഗേന സാധ്യാവൂ. സംഭവിക്കൂ, കാണാൻ സാധ്യമാവൂ. എന്താ അത് വേഗേന എന്നുള്ളത് അങ്ങനെ പറയാൻ കാരണം അജിരാൽ അധികം താമസിക്കാതെ കണ്ട് തന്നെ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നെ പോലുള്ള സന്യാസിമാര്
ഒരു ദിക്കില് അധികകാലം താമസിക്കില്ല. അതാണ് നിയമം. താമസിക്കരുത് എന്നാണ്. ഏത് പ്രദേശത്തായാലും അധികരുത്, കുറച്ച് നേരെ ആവാവൂ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകണം. എന്താ അതിന് കാരണം എന്നാണ്, ഒരു സ്ഥലത്തിനോടും മമത ഉണ്ടാവരുത്, ഒന്നിനോടും മമത ഉണ്ടാവരുത്. എവിടെയെങ്കിലും ഒരു ദിക്കിൽ അധിവസിച്ചാൽ ആ പ്രദേശത്തിനോടോ ആ സ്ഥലത്തിനോടോ മനസ്സിലൊരു മമത ഉണ്ടാവും, ഒന്നിനോടും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് നേരം കുറച്ച് സമയമൊക്കെ എവിടെ ഉണ്ടാവുള്ളൂ. ആ സമയത്തിനുള്ളിൽ കാണാൻ സാധ്യമാവൂ. നജിരാൻമേ ഭവപുനഃ, സാധ്യമാവൂ, കൃഷ്ണനെയും കൂടി കാണാൻ സാധ്യമാവൂ. കണ്ടെങ്കിൽ ഭാഗ്യം, കാണാൻ സാധിക്കുകയാണെങ്കിൽ നന്നായി. അങ്ങയെ കണ്ടുകൊണ്ട് എന്നെ കൃതാർത്ഥനായി. ഈ സന്യാസം സഫലമായിട്ട് തീർന്നു. ഇനി കൃഷ്ണനെയും കൂടി കണ്ടാൽ പരിപൂർണമായിട്ട് തീരും. സാധ്യമോ എന്ന് ഞാൻ ചോദിച്ചുവനെ. എന്താണെന്ന് വെച്ചാൽ ബലരാമനെ ഒന്ന് പ്രശംസിച്ചുകൊണ്ട് കേട്ടാണ്. എന്നാൽ യഥാർത്ഥം ഇങ്ങനെയാണോ? ബലരാമന് കേൾക്കുമ്പോ ഇങ്ങനെയാണ്. അർജുനന്റെ മനസ്സിലുള്ള അവസ്ഥ അതാണോ എന്നാണ്? അതല്ല, ഉള്ളിലുള്ളത് ഇങ്ങനെയല്ല. ബലരാമന് ഭരിക്കാൻ പാകത്തിന് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണെന്നാണെങ്കിൽ ഭദ്രാവലോകേന അല്ലേ, ബലരാമൻ ഭദ്രാവലോകനം കൊണ്ട് ഭദ്രയെ കാണാൻ സാധിച്ചു, സുഭദ്രയെ കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഭിക്ഷുത, എൻ്റെ ഈ ഭിക്ഷുവാവില്ലേ അത് സഫലമായിട്ട് തീർന്നു. സുഭദ്രയെ കാണാൻ പറ്റിയല്ലോ, ഒന്ന് കണ്ടു. എപ്പോഴാണെന്നാണെങ്കിൽ ആ ഏകാഹോത്സവ സമയത്തെങ്കിൽ അവിടെ വെച്ചൊന്ന് കാണാനായിട്ട് സാധിച്ചു. ആ കണ്ടത് തന്നെ പരമഭാഗ്യം എന്നാണ് വിചാരിക്കുന്നത്. സഫലമാണ്. ഈ വേഷം കെട്ടിയതിന് സഫലമായിട്ട് തീർന്നു. സന്യാസിയുടെ വേഷം കെട്ടിയല്ലോ ഇല്ലേ, അതുകൊണ്ട് സഫലമായി. ഇനി അത് മാത്രം പോരാ, അങ്ങയുടെയും കൂടി സഹായം കൊണ്ട് ഒരു കാര്യം കൂടി വേണം. എന്താ അത്? കിം കിം വാ സുഭദ്രാവഗമഃ നജിരാൻമേ ഭവപുനഃ. ഇനി വേണ്ടത് എന്താണെന്നാണെങ്കിൽ ഈ സുഭദ്രാവഗമം, സുഭദ്രയെ അവഗമിക, സുഭദ്രയും കൊണ്ട് ഇവിടുന്ന് പോവാനായിട്ട് സാധ്യമാകൂ. അധികം താമസിക്കാത്ത കൊണ്ട് പറ്റൂ സുഭദ്രയും കൊണ്ടുപോകാൻ. അങ്ങയുടെ സഹായമാണ് പ്രധാനമായിട്ട് വേണ്ടത്. അങ്ങ് ഒരാൾ സഹായിച്ചാൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ധരിച്ചേക്കണത് അങ്ങ് ഒരാളാണ് പ്രതിബന്ധമായിട്ടുള്ളത് എന്നാണ് ഞാൻ കേട്ടേക്കണത്. അപ്പം അങ്ങോട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ സുഭദ്രയും കൊണ്ട് എനിക്ക് പോവാം. അത് അധികം താമസിക്കാണ്ട് വളരെ വൈകിക്കാതെ കണ്ട് വെച്ചാൽ ഈ വേഷം കെട്ടിക്കൊണ്ട് അധികം ഇരിക്കാൻ പറ്റില്ല, അതാ പറഞ്ഞത്. അപ്പോ ഏത് വേഷമായാലും കെട്ടിക്കൊണ്ട് അധികം നേരം പറ്റില്ല, കുറച്ച് നേരമേ പറ്റുള്ളൂ. അതാണ് അധികം താമസിക്കാതെ കൊണ്ട് തന്നെ സുഭദ്രയെ കൊണ്ട് ഇവിടുന്ന് പോവാനായിക്കൊണ്ട് എനിക്ക് സാധ്യമാവൂ എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. അർജുനന്റെ മനസ്സിൽ ഇതാണ്. പക്ഷേ പറയണത് അങ്ങനെയല്ല. മതത് പറഞ്ഞത് ഒന്ന് തന്നെയാണെങ്കിലും വേണ്ടില്ല. ബലഭദ്രനെ കേൾക്കുമ്പോൾ ഇങ്ങനെയാണ്, കൃഷ്ണനെയും കൂടി കണ്ടാൽ കൂടാം. എന്നെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഈ കൃഷ്ണനെയും കൂടി അങ്ങോട്ട് കേട്ടപ്പോൾ സന്യാസി കേൾക്കുന്നപ്പോഴും മഹായോഗ്യനായിട്ട് ആളില്ല. എന്താ അദ്ദേഹം പറയണത്? എന്നെ കണ്ടപ്പോൾ സന്തോഷമായി. ഇനി വേണ്ടത് എന്താ? കൃഷ്ണനെയും കൂടി കാണുക എന്നാണ്. എന്താ കൃഷ്ണനോട് ഒന്നിച്ച് പുറപ്പെട്ടത് അവിടുന്ന്, അവിടുന്ന് പോകുന്നത് കൃഷ്ണനാണ് എന്നെയും കൂടി പുറപ്പിടിച്ച് കൊണ്ടുവന്നത് അല്ലേ, അങ്ങോട്ട് പോകാന്നുള്ളത്. എന്നിട്ട് ഈ രൈവകഥ പർവ്വതത്തിൽ വരുന്നത് വരെ ഒന്നിച്ചുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നിച്ചിട്ട് പോന്നാൽ മതിയായിരുന്നു. എന്നിട്ട് അവിടെ വന്നപ്പോൾ ആള് കളിക്കണ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. കൃഷ്ണൻ്റെ ഒരു കളിക്കണ കണ്ട അങ്ങോട്ട് പോവുക.
ഇനി കളിക്കാൻ തന്നെ തുടങ്ങിയോ നിശ്ചയമില്ല. സ്വതേ കൃഷ്ണന് കളിയുടെ ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. കുറച്ച് കളിക്കലൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാലത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. ഇപ്പൊ ആ കൂടുതൽ അവരുടെ കൂടെ കൂടിയോ, കളിക്കാൻ തുടങ്ങിയോ നിശ്ചയില്ല. ഈ ശരി കളിക്കാൻ തുടങ്ങിയല്ല, കളി കൊണ്ടുകൊണ്ട് നിന്നാലും എങ്ങനെയാണ്? അങ്ങനെയല്ലേ, കളി കൊണ്ടുകൊണ്ടുന്ന സമയം പോണത് അറിയില്ല, എവിടേക്കാ പോയേ നിശ്ചയില്ല. ആളിങ്ങനെ കളിക്കുക, മറ്റുള്ളവർ കളിക്കണം ഭാഗമാണ്. എൻ്റെ അവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? കളിക്കണവർ കളിക്കുന്നു, കളി കണ്ടുകൊണ്ട് നിന്നിട്ട് എന്താ കാര്യം? കൃഷ്ണന് എന്താ ചെയ്യുക? ഇങ്ങനെ സന്യാസി ഇവിടെ കൃഷ്ണനെ കാണാനായിട്ട് മോഹിക്കുക, എന്നിട്ട് ഇവിടെ അവിടെ കളിയും കണ്ടുകൊണ്ട് നിൽക്കുക. ഇനിയിപ്പോൾ എന്താ വേണ്ടേ അദ്ദേഹത്തിനോട്? എന്താ അദ്ദേഹത്തിനോട് പറയുക? ഇപ്പോൾ ഇത് പറയാൻ കൊള്ളുമോ? കൃഷ്ണനെ കാണണമെന്ന് മോഹമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവരോട് പറയാം, അതേ കൃഷ്ണൻ അവിടെ കളിക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താ തോന്നുക? എന്താ എന്തു വേണം ഇപ്പം അദ്ദേഹത്തിനോട്? എന്താ ഇനി പറയേണ്ടത് നിശ്ചയില്ല. കേട്ടപ്പോൾ ബലരാമന് ആ സന്യാസിയോട് കൂടുതൽ ബഹുമാനം. ഈ വാക്കങ്ങോട്ട് കേട്ടു, ഓരോന്ന് കഴിയുമ്പോഴും ബഹുമാനം അങ്ങനെ കൂടുക. ഇനിയിപ്പോൾ എന്താ വേണ്ടേ നിശ്ചയില്ല, എന്തു പറയണം നിശ്ചയില്ലാതെ കണ്ടാണ്. ബലരാമൻ അല്ലേ ഈശ്വരൻ അവിടുന്ന് കൃഷ്ണനെയും കൂടി കാണണമെന്ന് മോഹം പറയുമ്പോൾ കൃഷ്ണൻ വരും, വരായ ഇപ്പോൾ വരും. ഇവിടെ കൃഷ്ണനും ഞാനും കൂടിയൊക്കെ ഒന്നിച്ചാണ് പുറപ്പെട്ടത്. ഇവിടെ വരാത്തതോ വരേണ്ട നേരമായില്ലോ അല്ലേ? ഒരു കാര്യം ആദ്യാദിവൃത്തിരഹിദേഹനി ശൈലദേശ ക്രീഡാരസേന ഖലു ന പുരതോ വിസൃജ്യ ക്ഷമേവ സമുപേക്ഷ്യതി വാസുഭദ്രാഃ പൂർവന്തു നാത്ര വിദിതോ ഭഗവത് പ്രസംഗ. വാസുഭദ്ര സമുപേക്ഷ്യതി അല്ലേ? യതീശ്വരൻ ആ വാസുഭദ്രൻ ആഗമിക്കും. കൃഷ്ണൻ വരും, പുറപ്പെടണ്ട്, വരും കൃഷ്ണൻ. എന്താ അതെന്നാണ്? എങ്ങനെ? അനുവക്ഷമേ വാഹ, പിന്നാലെ തന്നെ വരും, വലിയ താമസിക്കാതെ കണ്ടുവരും. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ ഇന്നത്തെ ദിവസം അവർക്കറിയാലോ, കുറേ ദിവസമായിട്ട് നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ ആരും ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല, പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യമാകൂല. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ദിവസേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ. ഇഷ്ടിരഹിതേ, മഴയില്ലാത്ത ദിവസമാണ്, ഇഷ്ടിരഹിതമായിട്ട് ദിവസമാണ് അല്ലേ? മഴയില്ലാത്ത ദിവസമായ സമയത്തിങ്കലാണ് ഞങ്ങളെല്ലാവരും അവിടുന്ന് പുറപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശമൊക്കെ ഒന്ന് കാണാം, ഇരവേദ പർവ്വതത്തിങ്കലുള്ള വിശേഷങ്ങളൊക്കെ കാണാം എന്ന് വിചാരിച്ചു പോന്നതാണ്. അങ്ങനെ കൃഷ്ണൻ ഒരുമിച്ചുണ്ടായിരുന്നു, ഒന്നിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ അല്ലേ, സന്യാസി ശ്രേഷ്ഠൻ ഇവിടെ ഇങ്ങോട്ട് എത്താറായതാണ്. കുറച്ച് ഇവിടെ പോന്നു. ഇവിടെ എത്തിയപ്പോ ആ കൃഷ്ണൻ ശൈലദേശക്രീഡാരസേന പുരതവിസൃജ്യ, ശൈലദേശ ക്രീഡാരസംഭേതുവായിട്ട് ഞങ്ങള് പുരോഭാഗത്തെങ്കിലും വിസർജിച്ചു. ഇവിടെ ഇങ്ങോട്ട് എത്തി, ഒന്നിച്ച് പോലെയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ശൈലദേശ ഈ പർവ്വതം, ഈ പർവ്വത പ്രദേശത്തിൽ വന്നപ്പോൾ അനവധി ആളുകൾ കളിക്കണു. കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ വന്ന് നോക്കിയപ്പോൾ കളിക്കണ കാണാറുണ്ട്. കളിക്കണ കണ്ടപ്പോൾ കൃഷ്ണൻ അങ്ങോട്ട് പോയി, അവരുടെ അടുക്കിലേക്ക് പോയി അവിടെ നിന്ന് കളി കണ്ടു. കളി കണ്ടു തുടങ്ങിയപ്പോൾ ചിലപ്പോൾ കൂടെയുള്ള ആള് പലരും ഉണ്ട്. അപ്പം കൃഷ്ണ കളിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളും കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നു, കൃഷ്ണൻ വരട്ടെ എന്ന് വെച്ചാൽ ഒന്നിച്ച് പോകാത്തിന് നിന്നു. പക്ഷേ കൃഷ്ണൻ വരുന്നില്ല. കൃഷ്ണൻ കളി കളിക്കുക, വീതുകൊണ്ട് നിൽക്കുക. സന്യാസി ശേഷൻ
ഈ കളിയിൽ എന്താ അത്ര താല്പര്യം എന്ന് എനിക്ക് നിശ്ചയില്ല. ഒരു പ്രായം കുട്ടിക്കാലത്തൊക്കെ വേണ്ടതാണ്, അല്ലാതെ ഞാൻ പറയണില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ കളി നിർത്തണ്ടേ അല്ലേ? എല്ലാ കാലത്തും ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാൻ ചെയ്യാൻ എന്താ കളിയിൽ വല്ല പ്രത്യേകത ഉണ്ടോ? കുറേ ആളിങ്ങനെ ഓടണം കാണാം, ചില ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക, ചില പന്തിൻ്റെ പിന്നാലെ ഓടുക, അങ്ങോട്ട് ഓടുക. എല്ലാവരും കൂടി ഇങ്ങനെ കിടന്ന് ഓടേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് എങ്ങനെ തോന്നാറ്, ഞാൻ ചിലപ്പോൾ നോക്കാറുണ്ട്. എല്ലാവരും കാണുമ്പോൾ എന്താ അവിടെ ഇവൻ നോക്കുമ്പോൾ കാണുന്നത് കുറേ ആളിങ്ങനെ അങ്ങോട്ട് ഓടും, കുറേ ആൾ ഇങ്ങോട്ട് ഓടും, അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് ഓടും. എന്തിനാണ് ഓടണേന്ന് തന്നെ എനിക്ക് മനസ്സിലാവാറില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോരുക പതിവുള്ളൂ. എനിക്കിത് കാണാൻ വലിയ താല്പര്യമൊന്നും പതിവില്ല. എന്നാലും അനവധി ആളുണ്ടാവുക കാണാനായിട്ടേ. കാണാനും ഉണ്ടാവും, കളിക്കാനും കുറേ ആളുണ്ടാവും. കൃഷ്ണന് വലിയ താല്പര്യമാണ് ഇത്. കുറേ ദിവസമായി കളിച്ചിട്ട് അങ്ങനെ വന്നപ്പോ ശൈലദേശ കീടാരസേന ആ പർവ്വത പ്രദേശത്തിങ്കിൽ വന്ന് കളിക്കാനുള്ള താല്പര്യം, ആ താല്പര്യം കൊണ്ട് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക. ഞങ്ങൾ കുറച്ചു നേരം അവിടെ കാത്തു നിന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പൊക്കോളൂ, ഞാൻ വരാം, പൊക്കോളൂ എന്ന് പറഞ്ഞു. കൃഷ്ണ വരൂ, പോവുക, കുറച്ചു നേരം അതിൽ കളിക്കണോ, പോവുക, പൊക്കോളൂ, ഞാൻ വന്നോളാം. അങ്ങനെ വന്നപ്പോൾ എത്ര നേരം അങ്ങനെ കാത്തു നിൽക്കുക. ആ എന്നാ കൃഷ്ണ ഇല്ല ഞങ്ങൾ നടക്കണോ നടക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും നോക്കണ്ട്, വരുന്നുണ്ടോ അങ്ങനെയാണല്ലോ. ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂടെ വരേണ്ട ഭാരല്ലേ, അത് നിങ്ങൾ പൊക്കോളൂ എന്ന് പറയലാണോ ഭംഗി? അതെയോ? കൃഷ്ണ വരുന്നുണ്ടോ നോക്കി കുറച്ചു നേരം നടന്നു, പിന്നെയും കാണാനില്ല. ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നു. കൃഷ്ണനറിയാം ഇങ്ങനെ പോകുന്ന ഇങ്ങനെ നിശ്ചയില്ല. അപ്പോ ഒരു കാര്യം അന്വക്ഷമേ വസമുപേക്ഷ്യതി, ഇപ്പൊ വരും, പിന്നാലെ വരും, വരാണ്ടിരിക്കില്ല. കൃഷ്ണൻ വരും, അങ്ങക്ക് കൃഷ്ണനെ കാണണം എന്നുള്ളതല്ലേ, ഒരു പ്രയാസമില്ല. വരും, കുറച്ചു നേരം കൂടി ഒന്ന് കാത്തുകൊണ്ടിരുന്നാൽ കൃഷ്ണൻ വരും. ഇനി ഒരു കാര്യം ഇതിപ്പോ സംഭവിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ അനവധി ദിവസമായിട്ട് ആരും എവിടേക്കും സഞ്ചരിക്കാതെ കണ്ട് കളി തുടങ്ങിയല്ലോ ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഉത്സാഹമായിട്ട് പുറപ്പെട്ടത് കൊണ്ടാണ് കൃഷ്ണനും കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഒരു കാര്യം, പൂർവം നാത്ര വിദിതാഹ ഭഗവത് പ്രസംഗം, അങ്ങയുടെ വിഷയം മുമ്പ് ഞങ്ങൾ അറിഞ്ഞില്ല. പൂർവം നാത്ര, മുമ്പ് അറിയണ്ടായില്ല. എന്താ വെച്ചാൽ സാധാരണ നിലയ്ക്ക് അറിയേണ്ടതായിരുന്നു, അറിയാണ് വേണ്ടത്, പക്ഷേ അറിഞ്ഞില്ല. അങ്ങയെപ്പോലെ മഹാനായിട്ടുള്ള ഒരാൾ ഇവിടേക്ക് എഴുന്നള്ളിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞില്ല. അറിയണ്ടേ? സാധാരണ നിലയ്ക്ക് ഈ പ്രദേശത്തേക്ക് വരണു എന്ന് പറഞ്ഞാൽ അറിയണോ വേണ്ടത്? അറിഞ്ഞില്ല, അത് സംഭവിച്ചു എന്നെ പറയാൻ കൊടുത്തു. സാധാരണ നിലയ്ക്ക് വലിയ വലിയ ആളുകൾ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മുമ്പ് തന്നെ അധികം അറിയും, ഇന്നയാൾ വരണോ, ഇന്നയാൾ വരുന്നുണ്ട്, ഇന്നൊക്കെ ഇന്ന് വരുന്ന ആളാണ്, ഇന്ന കേമത്തുള്ള ആളാണ് എന്ന് കേമായിട്ട് ഘോഷിക്കും അല്ലേ? ഇതാരും പറഞ്ഞില്ല, എവിടെയും കേട്ടുമില്ല. അതാണ് പറയാനുള്ള കാരണം. ഭഗവത് പ്രസംഗ, അങ്ങയുടെ വിഷയം തന്നെ ആരും പറയേണ്ടായില്ല. ഈ ഇവിടെ വന്ന് ഈ രവിത പർവ്വത പ്രദേശത്തെങ്കിൽ അങ്ങ് വന്ന് ഇവിടെ വന്നേക്കണോ എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞ് ധരിച്ചെങ്കിൽ, മനസ്സിലാക്കിയെങ്കിൽ ഒരു കാര്യം, കൃഷ്ണനെ കൊണ്ടേ ഞങ്ങൾ വരുള്ളൂ. കൃഷ്ണനോട് അവിടെ സമ്മതിക്കില്ല. എന്നിട്ടല്ല കൃഷ്ണനും വരും. കൃഷ്ണനും അറിഞ്ഞില്ല, അങ്ങ് ഇവിടെ വന്ന വിഷയം കൃഷ്ണനും മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ്, അല്ലാതെ കണ്ടോ ഒന്നുമല്ല, കൃഷ്ണനും താമസിക്കാതെ കണ്ട്. അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചുകൊണ്ടിരിക്കും വരും എന്ന് ആ ബലരാമൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഭംഗിയായിട്ട് പറഞ്ഞു. എന്ന് മാത്രമല്ല, പിന്നെയും നോക്കുന്നുണ്ട് കൃഷ്ണൻ വരുന്നുണ്ടോ, ബലരാമൻ നോക്കുന്നുണ്ട് കൃഷ്ണൻ വരുന്നുണ്ടോ, വരണ കാണാനില്ലല്ലോ. എത്ര നേരം ഒരാൾ കാത്തിരിക്കുക. ഇദ്ദേഹമാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര നേരം ഉണ്ടാകുമെന്ന് അറിയില്ല. അധികം താമസിക്കാതെ കണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പോവാൻ പുറപ്പെടുകയാണെങ്കിൽ തടയാനും പറ്റില്ല.
കന്യാസിമാരെ ഒരിക്കൽ അച്ഛനാരെ ഇരിക്കുക വയ്യാന്നാണ് നിയമം. അതും പറഞ്ഞാൽ കേട്ടത്. അതുകൊണ്ട് പോവാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ തടയാൻ നിർത്തിയില്ല. ഇനിയിപ്പോൾ എന്താ ഇനി വേണ്ട? ഈ കളിച്ചുകൊണ്ട് നടക്കാം. ഈ പ്രായമായിട്ട് ഇത്രയും പ്രായമായിട്ട് കളിയെന്നൊരു വിചാരമേ ഉള്ളൂ. എന്താ ചെയ്യുക? ഇതിന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ ഒന്നിട്ട് കാണാതെ കണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആർക്കാ എൻ്റെ കൊള്ളരുതായ്മ? ഇദ്ദേഹത്തിനൊന്നുമില്ല. നമ്മളെപ്പോലുള്ളവരൊക്കെ അല്ലേ കൊള്ളരുതായ്മ അല്ലേ? എന്താ ഇത്രയും പറഞ്ഞു. അതിൻ്റെ ശേഷം തദ്ദേശവിധീനഭിയുജ്ഞാനേന രാമേണ സാഗം അലംഘിത സമ്മപഥാ തഥാ കഥയത്യസ്മിൻ വിസ്മിതേഷു കൃഷ്ണത്തദാനീമുപഗമ്യ നമോസ്തു ഭദ്രാവഹേഭ്യോ യോഗിഭ്യഃ ഇതി അഭിവവന്ദേ. ബലരാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഒന്നും മിണ്ടാതെ കണ്ടിരിക്കുക വയ്യല്ലോ. പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തിന് വിഷമം തോന്നരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ചിലത് പറയണ്ടേ നിശ്ചയിച്ചിട്ട് ചോദിച്ചെന്താണ്? തദ്ദേശഗതികൾ അദ്ദേഹം ചോദിച്ചു. പിന്നെ അല്ലേ സന്യാസി ശ്രേഷ്ഠൻ നമ്മോട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊള്ളാമെന്നുണ്ട്. അധികവും ഇദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചാൽ തൊഴിലേന ഇടയ്ക്കിടയ്ക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കും കണ്ണടച്ച്. അപ്പോൾ ചോദിച്ചു തുടങ്ങിയാൽ ധ്യാനായി അല്ലേ? അപ്പോൾ ഇതിനെ കാത്തുകൊണ്ടിരിക്കണം. എപ്പോഴാണ് ധ്യാനത്തിൽ നിവർത്തിക്കണത് കാത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ധ്യാനത്തിൽ നിവർത്തിച്ചാൽ ചിലർ ചോദിച്ചാൽ എന്തെങ്കിലും ഒന്നും മറുപടി പറയും. അധികം പറയില്ല. എന്താ കാരണം? വല്ലാണ്ട് പറയാൻ പുറപ്പെട്ടാൽ തൻ്റെ പരമാർത്ഥം അറിഞ്ഞാലോ അറിയാണ്ടിരിക്കണ്ടേ? അപ്പം എന്ത് വേണം? എന്തെങ്കിലും ഒന്ന് പറയാം. ഇത് തന്നെയല്ല, അറിവുള്ള ആളുകളൊക്കെ തന്നെ അധികം പറയില്ല, കുറച്ചേ പറയുള്ളൂ. എൻ്റെ വല്ലതും പറഞ്ഞ് വല്ല അബദ്ധവും വന്നാൽ വിഷമാവില്ലേ? ഇപ്പം ഈ അധികം വല്ലാണ്ട് പറഞ്ഞിട്ടാണ് പലർക്കും പല അബദ്ധങ്ങളും പലകിലും പറ്റണത്. കുറെ പറയാൻ വെച്ചിട്ട് പലതും പറയും. എന്നിട്ട് എന്താ പറയേണ്ടത് മാത്രം പറയില്ല, പറയേണ്ടാത്തത് പറയും ചെയ്യും കുറേ. എന്നിട്ടില്ലേ ഇപ്പം അതുവരെ വളരെ മനസ്സിരുത്തിക്കൊണ്ടാണ് ഞാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയണത്. അഭിയുഞ്ജ രാമേണ സാഗം. ആ രാമൻ ചോദിക്കുമ്പോൾ ഓരോന്ന് പതുക്കെ പറയണം. എങ്ങനെയാണ് എന്നാണ് തദ്ദേശഗതിയിൽ ഓരോന്ന് ചോദിക്കുകയാണ് ഓരോന്ന് അല്ലേ? അങ്ങ് സന്യസിച്ചിട്ട് വളരെ കാലമായോ? ഓഹോ, സത്യം പറയാവൂ, അസത്യം പറയുമോ? ഈ സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് അസത്യം പറയാൻ പറ്റും? സത്യം പറയാവൂ. വളരെ കാലമായി എന്ന് പറഞ്ഞാൽ അത് അസത്യവും. ഇപ്പം കിട്ടിയിട്ടേ ഉള്ളൂ വേഷം അല്ലേ? അപ്പം എന്ത് വേണം? എപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാ ഈ വേഷം കെട്ടിയല്ലേ, ബഹുമാനം ചെയ്യേണ്ടാവും. അപ്പം എന്ത് വേണം? രണ്ടും അല്ലാണ്ടേ ആവണം. ഇത് ചോദിക്കാൻ തന്നെ ആവണം മറുപടി. ഇപ്പോൾ ആ കാലമായില്ലേ ഓ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതിനർത്ഥം അല്ലേ? ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു പറയും. ചെറുപ്പത്തിൽ തന്നെ യൗവന ആയിട്ടുള്ളൂ. ആ കാലത്ത് തന്നെ സന്യാസിയുടെ സന്യസിച്ചു കഴിഞ്ഞു. ഭാഗ്യം തന്നെ. ഇങ്ങനെ സന്യസിക്കാൻ സാധ്യമാവണമെങ്കിൽ തന്നെ ഭാഗ്യം ഉണ്ടാവണം. പിന്നെ അങ്ങനെ സന്യസിച്ചിട്ട് എവിടേക്കാണ് സഞ്ചരിക്കുകയുണ്ടായിരിക്കുന്നത്? പല ദിക്കിലും ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ പല ദിക്കിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബദരി, ഋഷികേശം, എല്ലാ ദിക്കിലും ഉണ്ടായിട്ടുണ്ട്. പോയിട്ടുണ്ടേനും ദിക്സഞ്ചാരമായിട്ട് ഭൂപ്രദക്ഷിണമായിട്ട് തീർത്ഥസ്നാനം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരമാർത്ഥമായിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ പേര് ഇങ്ങനെ പറയും. ഇന്ന ദിക്കി പോയിട്ടുണ്ട്,
ഇന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ട്, ഇന്ന രാജ്യത്ത് പോയിട്ടുണ്ട്, ഇന്ന ദിക്കിൽ പോയിട്ടുണ്ട്, ഇതിങ്ങനെ ചോദിച്ചതിന് മറുപടി ഇങ്ങനെ പറയും പാകത്തിന്. തത്തദ്ദേശഗതീനയുഞ്ജാനേന രാമേണ സാഗം. ആ ബലരാമൻ അങ്ങനെ ചോദിക്കും, അവിടെ പോയിണ്ടോ, അവിടുത്തെ സ്ഥിതി എന്താ, രണ്ടോ മൂന്നോ വാക്കുകൊണ്ട് അവിടുത്തെ പറയും, അധികം പറയില്ല. അതിന് ഇങ്ങനെയാണ് ഓരോന്ന് പറയാ. അധികം പറഞ്ഞാൽ എന്താൽ അത് വിഷമാവല്ലോ, അത്രേ ഉള്ളൂ. അതെങ്ങനെയാ അലംഘിത ധർമ്മപഥ കഥാ കഥയ. അലംഘിത ധർമ്മപഥകളായ കഥകൾ. ഇതൊരു ധർമ്മപഥത്തെ ലംഘിക്കാതേക്കുള്ളത്, അധർമ്മമായിട്ടതാവരുത്. അങ്ങനെയുള്ള ആ കഥകളെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കഥകൾ ചോദിക്കുക, പറയുക. ആ വരുന്ന ഇടയ്ക്ക് കണ്ണടച്ച് അനങ്ങാണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കും. യോഗ നീക്കം കുറച്ചു നേരം കാത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് നിവർത്തിക്കുമ്പോൾ അടുത്തത് ചോദിക്കും. ചോദിച്ചാൽ അതിന് മറുപടി മാത്രം പറയും. അത് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ കഥയാൽ ആ കഥകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുക. ഇങ്ങനെ അങ്ങനെ ഓരോന്ന് ചോദിക്കുക. അപ്പോൾ ഭൂമിയിൽ സഞ്ചരിക്കാത്ത സ്ഥലമില്ല. അവിടെ പോയിട്ടുണ്ടോ, അവിടെ ഇന്ന പ്രദേശത്ത് പോയിട്ടുണ്ടോ, അവിടെ ആ പ്രദേശത്ത് പോയിട്ടുണ്ട്, ഇന്ന ദിക്കിൽ പോയിട്ടുണ്ട്, ഇന്ന തീർത്ഥങ്ങളിൽ പോയിട്ടുണ്ട്, ഇന്ന രാജ്യങ്ങളിൽ ഇത് ഓരോന്ന് അങ്ങനെ പറയുന്നുണ്ട്. ചോദിക്കണേന് മറുപടിയാണ്. ഇതിങ്ങനെ കേട്ടപ്പോ കഥയേഷു ഇവരൊക്കെ യാദവന്മാർ, ഇവരൊക്കെ കൂടെയുള്ളവരൊക്കെ അത്ഭുതപ്പെടുക. എന്തു കഥ, ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ചേക്കണു, സകല ദിക്കിലും പോയേക്കണു അല്ലേ, സന്യാസവേഷം സ്വീകരിച്ചും കൊണ്ട്. അങ്ങനെയാണ് സന്യാസിയായ ഒരു ദിക്കിൽ ഇരിക്കുകയല്ല, പല ദിക്കിലും പോയി പല പുണ്യതീർത്ഥങ്ങളിലും പുണ്യസ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കണം എന്നാണ്. വിസ്മിതേഷു എല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ട് ബലരാമൻ ചോദിക്കുന്നു. ആ ചോദിക്കുന്നതിന് മറുപടിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ കഥകളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇവർക്ക് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. വിസ്മിതേഷു വൃഷ്ണിവീരേഷു, വൃഷ്ണിവീരന്മാരെ ബലരാമൻ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇദ്ദേഹം പറയണ മറുപടി ഇങ്ങനെ കേട്ടിട്ട് അത്ഭുതതന്ത്രന്മാരായിട്ട് ഇന്ന് വർത്തിക്കുക. ഇങ്ങനൊരു സന്യാസിയില്ല, അതിയോഗ്യൻ, അതിവിശിഷ്ടൻ എന്നാണ് ഓരോരുത്തർക്കും തോന്നുന്നത്. അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് ആ സമയം ഇങ്ങനെ അതിക്രമിക്കണു അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തദാനീം കൃഷ്ണ സമുപേത്യ. ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ട്, ബലരാമനൊക്കെ എന്താണ് ബഹുമാനം എന്ന് കണക്കില്ല, അത്ര വിസ്മയിച്ചുകൊണ്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് ഭക്തിപരമായിട്ട് കൂടിയിട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ വന്നത്. ഈ ഭഗവാൻ എന്തിനാണ് ഇവരെ മുമ്പിൽ പറഞ്ഞേച്ചതെന്നാണ്, താനും കൂടി ഒപ്പുണ്ടാവണ്ട, ഉണ്ടായാൽ ഇതൊന്നും സംഭവിക്കില്ല എന്നറിയാം. അതിന് വേണ്ടിയിട്ട് അല്ലാതെ കളിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല. ഇവര് മുമ്പ് പോകട്ടെ, കണ്ട ഇവരെയൊക്കെ ശേഷം ചെന്നാൽ മതിച്ചിട്ടാ. ഇവരെല്ലാവരും അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ ഇവരെ എങ്ങനാ പോയി നോക്കിക്കൊണ്ട് വരുന്നത്. ഇവരുടെ ഒപ്പം വേണമല്ലോ. എവിടേക്കാണ് അങ്ങനെ വന്ന് ഈ സന്യാസി ഇരിക്കണേൻ്റെ ഇവിടെ വന്നിട്ട് നോക്കുക, എന്താ ഇവിടെ ഇരിക്കണേ, ബലരാമജ്യേഷ്ഠൻ സഹായിക്കുള്ളത് അവിടെ ഇരിക്കണേന്ന്. കൃഷ്ണസ്തദാനീമുപഗമ്യ, ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരിയ്ക്കുന്ന അകലേക്ക് അവിടേക്ക് ചെന്ന കൃഷ്ണനെ കൂടെ കണ്ടപ്പോൾ ബലരാമൻ, ആ കൃഷ്ണ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരൂ. വേഗം ചെന്നപ്പോൾ കൃഷ്ണൻ വരണ കണ്ടപ്പോൾ ആദ്യം അർജുനൊക്കെ സമാധാനം, എനിക്കൊക്കെ സമാധാനമായി തോന്നി. കൃഷ്ണൻ അടുത്തിലെത്തിയപ്പോൾ വേഗം കൃഷ്ണൻ വന്ന് അങ്ങനെ നിൽക്കുക. അവിടെ നിൽക്കണ കണ്ടപ്പോൾ ബലരാമൻ, കൃഷ്ണ നമസ്കരിക്കൂ എന്നങ്ങോട്ട് പറഞ്ഞ് കൃഷ്ണനെ കൊണ്ട് നമസ്കരിപ്പിക്കുക. അത് ഭംഗിയല്ല. അല്ലെങ്കിൽ ഒരു സന്യാസിയെ കണ്ടാൽ നമസ്കരിക്കണം എന്ന് നിശ്ചയമില്ലാത്തവനാണ് കൃഷ്ണൻ എന്ന് ധരിച്ചില്ലേ ഇപ്പോൾ അല്ലേ. അപ്പം എന്ത് വേണം, കൃഷ്ണൻ കണ്ടപ്പോൾ അവിടെ നമസ്കരിച്ചു എന്നാവണം. കൃഷ്ണൻ നമസ്കരിക്കണമില്ല. എന്താ കാരണം? കൃഷ്ണനെ അറിയാതെ ആരാന്നുള്ളത്, നമസ്കരിക്കേണ്ട ആളല്ല എന്നറിയാം. അപ്പോൾ വേഗം നമസ്കരി അങ്ങോട്ട് പറയുക. അപ്പോഴാണ് അർജുനന് ഒന്നുകൂടി പരിഭ്രമായി. എന്താ പറയണ്ടത്, ഇതിന് കേൾക്കണ്ടേ, എന്താ നമസ്കരി
നമസ്കരി നമസ്കരി നമസ്കരി നമസ്കരിച്ച മസ്കരി അല്ല, സന്യാസി അല്ല എന്നാണ് അർത്ഥം. കൃഷ്ണനോട് കൃഷ്ണ നമസ്കരി ഇങ്ങനെ കാണിച്ചുകൊണ്ടാ പറയണ നമസ്കരി. എന്താ ഇത് കള്ള സന്യാസിയാണ്, സന്യാസിയൊന്നുമല്ല. അപ്പോൾ അയ്യോ ഒന്നുകൂടി ഭയായി. എന്താ ഇതുവരെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കൃഷ്ണൻ വന്നിട്ടാവാൻ ബാക്കിയുള്ളത് തരാന്ന് വെച്ചിട്ടായിരിക്കണം അവര് അല്ലേ? എന്താണാവോ നിശ്ചയല്ലോ. നമസ്കരിക്കാനാവണം, നമസ്കരിക്കണല്ലേ? എന്താ ചെയ്യ? ഓരോ യോഗ ഇവനെ നമസ്കരിക്കേണ്ട വന്നില്ലേ എനിക്കിപ്പോ? അല്ലേ? നമസ്കരിക്കാണ്ടിരുന്ന ജ്യേഷ്ഠൻ എന്താ തോന്നുക അല്ലേ? ആ വേഗം നമസ്കരിച്ചു. നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണെന്നാണെങ്കിൽ എന്തെങ്കിലും സ്തുതിച്ചുകൊണ്ട് എൻ്റെ നമസ്കരിച്ചു. എങ്ങനെയാ? നമോസ്തു ഭദ്രാവഹേഭ്യ യോഗിഭ്യ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഭദ്രാവഹന്മാരായിട്ടുള്ള യോഗികൾക്കായി കൊണ്ട് നമസ്കരിക്കണു. ഭദ്രാവഹനായിട്ടുള്ള സന്യാസി അല്ലേ നമസ്കരിക്കണു. ഭദ്രാവഹനായിട്ടുള്ള ആൾ എന്താ? ഈ ഭദ്രത്തെ ചെയ്യണ ആൾ, മംഗളത്തെ ചെയ്യണ ആൾ. ഇതാണല്ലോ സന്യാസിമാരെ നമസ്കരിച്ചാലത്തെ എന്താ പ്രയോജനം? എന്താ? അപ്പൊ ശ്രേയസ് ഉണ്ടാവും. ഇതാണ് അല്ലേ? ഇതാണ് കേട്ടാ തോന്നുക. യഥാർത്ഥത്തിൽ എന്താ? ഭദ്രാവഹേഭ്യ യോഗിഭ്യ, ഭദ്രാവഹനാണ്, സുഭദ്രയെ കൊണ്ടുപോകാൻ വന്ന സന്യാസി ആണ്. ഇത് ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? കേൾക്കണവരൊക്കെ എന്താ? ഓ കൃഷ്ണൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ സന്യാസിയുടെ മഹത്വേ. ഭദ്രാവഹേഭ്യ യോഗിഭ്യ, ബഹുമാനായിട്ടാണ് പറയണത്. ബഹുമാനം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കരിക്കേണ്ട നോക്കിയില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ യോഗം ഇല്ലേ? എനിക്കിപ്പോൾ ഇങ്ങനെ വേണ്ടി വന്നു. കാക്കൽ അങ്ങോട്ട് നമസ്കരിച്ചാണ് കിടന്ന് കാലിൻ്റെ അടുക്കൽ അങ്ങോട്ട് വന്നപ്പോൾ തൻ്റെ നാക്കം പതുക്കെ അങ്ങോട്ട് ഇറക്കി കാലുകളും. ആ കള്ള അന്ന് എനിക്ക് നമസ്കരിക്കേണ്ട വന്നല്ലേ. ഈ കാലിൻ്റെ നഖം കാലുമെല്ലാം അങ്ങോട്ട് വലിയ സമയപ്പോൾ തന്നെ വേദന എടുക്കില്ലേ? കാല് മാറ്റാൻ പറ്റുമോ അല്ലേ? വേദന എടുക്കുമ്പോൾ കണ്ണുനീര് അങ്ങോട്ട് പുറപ്പെടും. സന്യാസിയുടെ കണ്ണുനീര് പുറപ്പെടണം. കൃഷ്ണനെ കണ്ടപ്പോൾ നമസ്കരിക്കണെ കണ്ടപ്പോൾ ആ സന്യാസിയുടെ ഒരു മുഖഭാവം നോക്കുക, കണ്ണുനീര് ഒഴുകുക, സന്തോഷാശ്രുവാണ് പുറപ്പെടുന്നത്. ഇതാ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകണു. രണ്ടശ്രു അങ്ങനെ സന്തോഷമായാലും രണ്ടിനും കണ്ണുനീര് പുറപ്പെടുക. യോഗിഭ്യ ഇതി അഭിഭവന്തേ, ഇങ്ങനെ പറഞ്ഞും കൊണ്ട് കാക്കൽ അങ്ങോട്ട് നമസ്കരിച്ച കഴിഞ്ഞ് എന്നിട്ട് അവിടെ ഇരുന്നു ഭഗവാൻ. ബലരാമന്റെ സമീപത്തായിട്ട് കൃഷ്ണൻ അവിടെ ഇരുന്നു. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനും വന്ന് എവിടെയും നമസ്കരിക്കും. അതിൻ്റെ ശേഷം സന്യാസിയുടെ അവസ്ഥയില്ലേ, രണ്ടുപേര് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആ ഒരു സമയത്ത് പരബ്രഹ്മാംസഭൂതയോദയോരപ്യുപലംഭാൽ അവപ്രമദോസ്മീതിസ്ഥിതേയതീശ്വരേ ഋഷകുതൂഹലീ കൃഷ്ണമാഹൂയ വ്യാജഹാര. യതീശ്വരൻ സന്യാസി ശ്രേഷ്ഠൻ അർജുനൻ, അദ്ദേഹം ഇവർ രണ്ടുപേരും പഠിക്കണമല്ലോ. ആ സമയത്തെങ്കിൽ എന്താണെന്നാണെങ്കിൽ വളരെ വളരെ സന്തോഷമായി. എന്താ അതെന്നാണെങ്കിൽ അർജുനന്റെ സ്ഥിതി എന്താണ്? ഉപലംഭഭാവാൽ, ഇവരുടെ രണ്ടുപേരും ഉപലംഭമുള്ളൂ, സമീപപ്രാപ്തി, രണ്ടാളും അടുക്ക് വന്നിരുന്നു. അപ്പൊ സമയത്തും എന്താ ഉണ്ടായത് എന്നാണെങ്കിൽ അവാപ്തപ്രമദോസ്മി, അവാപ്തപ്രമദനായി സന്തോഷം എന്നന്നില്ലാതെ ഇവിടെ സന്തോഷം ഉണ്ടായി. എന്താ കാരണം? ഇവരെങ്ങനെയുള്ളവരാ? രണ്ടാളും പരബ്രഹ്മാംസഭൂതയോ ദ്വയോ, രണ്ടാളും പരബ്രഹ്മാംസഭൂതന്മാരാണ്, പരബ്രഹ്മത്തിന്റെ അംശഭൂതന്മാരായിട്ടുള്ള ആളുകള് ഭഗവാൻ അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും രണ്ടാളും അതുപോലെ തന്നെയാണ്, പരബ്രഹ്മാംസഭൂതന്മാരാണ്. അവർ രണ്ടുപേരും തൻ്റെ അടുക്കൽ വന്നേക്കണു. രണ്ടാളും കൂടി സമീപത്തെങ്കിൽ വരണ സമയത്തെങ്കിൽ ആർക്കാ സന്തോഷമാവാണ്ടിരിക്കില്ല? അതിൽ എല്ലാം സന്തോഷവും. യതീശ്വരനാ, സന്യാസി ശ്രേഷ്ഠനാണ് അല്ലേ?
സന്യസിക്കണതിൻ്റെ ഫലം എന്താ? ഇതിനെ സന്യസിക്കണത് സന്യാസല്ലേ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത് പ്രാപ്തി. അതിന് വേണ്ടിയിട്ടാണ് സന്യസിക്കുന്നത് അല്ലേ? ഭഗവാൻ കളിക്ക് ലയിക്കുക അതല്ലേ. ഇപ്പം എന്താ ഉണ്ടായേ? അവർ രണ്ടുപേരും തൻ്റെ അടുക്കലെത്തിയിട്ടുണ്ട് അല്ലേ? ഇനി ഭഗവാൻകൾക്ക് അങ്ങോട്ട് പ്രാപിക്കുക വേണ്ടു, അതിനെല്ലാം വേണ്ടു അല്ലേ? ഇപ്പം എന്താ ഉണ്ടായി? സാമീപ്യമായി. ഇനി സായുജ്യം അങ്ങനെ ചേരലേ വേണ്ടു. അടുക്കെത്തിയിരുന്നു രണ്ടാളും സമീപത്തെത്തി. സന്യാസിയായ വേണ്ടത് അതാണ്, അല്ലാണ്ട് വേറൊന്നും ഉദ്ദേശത്തിലല്ല സന്യസിക്കണത്. മോക്ഷം ലഭിക്കാൻ ഭഗവാൻക ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സന്യസിക്കണത് അല്ലേ? യതീശ്വരേ ഈ സന്യാസി ശ്രേഷ്ഠനായുള്ള അദ്ദേഹം രണ്ടുപേരും തൻ്റെ സമീപത്തെങ്കിൽ വന്ന സമയത്തെങ്കിൽ അവാപ്തപ്രമദോസ്മി അതീവ സന്തോഷനായി സന്തോഷിച്ചുകൊണ്ടിരിക്കണു. ഇനി അങ്ങനെ ലയിക്കുക, അടുക്കെത്തി ഭഗവാനിലേക്ക് അങ്ങനെ ചേരുകയുള്ളൂ അങ്ങനല്ലേ? ഇങ്ങനെയാണ് സാധാരണ സന്യാസി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയാണ്. ഇവിടെയോ ഈ സന്യാസിക്ക് എന്താണെങ്കിൽ അവാപ്തപ്രമദോസ്മി അവാപ്തപ്രമുദനായി ഇല്ലല്ലോ. പ്രമദ എന്ന് പറഞ്ഞ സുഭദ്ര. സുഭദ്രയെ കിട്ടിയ പുലയും നീ കിട്ടൂല സുഭദ്രയെ ഇല്ലേ? രണ്ടാളും ഇവിടെ ഉണ്ട്. തന്നെ ബഹുമാനിച്ചും കൊണ്ട് ഇവരുടെ അടുത്ത കൂടിയിരുന്നു രണ്ടാളും ഉണ്ട്. അതുകൊണ്ട് ഇനി വലിയ താമസിക്കാണ്ട് സുഭദ്രയെ തനിക്ക് കിട്ടും. ഭഗവാനും അങ്ങനെയാണ് പറഞ്ഞേക്കണത്. എന്താ ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞാനല്ല ബലരാമ ജ്യേഷ്ഠം ഇവിടെ വരും, കൂട്ടിക്കൊണ്ടുപോകുന്നു. കൂട്ടിക്കൊണ്ടുപോയാൽ വലിയ താമസിക്കാണ്ട് തനിക്ക് സുഭദ്രയെ കിട്ടുന്നു. ലീകമായി കിട്ടൂലോ. അതാണ് സുഭദ്രയെ കിട്ടിയാൽ എത്രത്തോളം സന്തോഷമുണ്ടോ അതുപോലെ സന്തോഷിച്ചു എന്ന്. അങ്ങനെയാണ് യതീശ്വരേ അവാപ്തപ്രമദോസ്മീതി യതീശ്വരേ ഇങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കണം. അർജുനന് വളരെ സന്തോഷം. ആ ഉള്ളിലുള്ള പരിഭ്രമമൊക്കെ പോയി. ഇതുവരെ പരിഭ്രമിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. എന്താണ്ടാവോ, എന്താ ചെയ്യുക, എന്താ സംഭവിക്കുക എന്ന് വിചാരിച്ച് പരിഭ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമാധാനമായിട്ട് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബലരാമൻ ഇത്രയും കഴിഞ്ഞു. വൃഷകുതൂഹലിയായി, വൃഷമായിട്ടുള്ള കുതൂഹലത്തോടു കൂടിയവനായി. കുതൂഹലം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അത്ഭുതമായിട്ട് സന്തോഷം. ഇതിനെയാണ് കുതൂഹലം എന്ന് പറയാം. സാധാരണ ഉള്ളത് മാത്രമല്ല, അതിൽ അത്യധികമായിട്ട് സന്തോഷം. വളരെ വളരെ സന്തോഷിച്ചേക്കണമെന്ന്. ബലരാമൻ എന്താ ഇങ്ങനെ സംഭവിക്കേ? എന്ത് കഥ? അവിചാരിതമായിട്ട് ഇങ്ങനെ സന്യാസിയെ കണ്ടുകിട്ടേ, അതിയോഗ്യനായിട്ടുള്ള ആള് അതെ അല്ലേ? അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് വളരെ വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു ബലരാമൻ. ഇത്രയും കഴിഞ്ഞപ്പോ ബലരാമൻ അവിടെ എണീറ്റു. ആ ഇരുന്ന ദിശയിൽ നിന്ന് എണീറ്റു തന്നെയല്ല, വേഗം വൃഷ്ണിവീരാൻവിതനായി. വൃഷ്ണിവീരന്മാരുണ്ട് തൻ്റെ കൂടെ വന്ന യാദവന്മാർ. അവിടെ നേരെ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. വാക്കോണ്ടല്ല, അവിടെ നേരെ നോക്കി അവരും എടുത്തു ബലരാമൻ്റെ ഒപ്പം. വൃഷ്ണിവീരാൻവിതാഹ എന്ന് മാത്രമല്ല, എണീറ്റതിന് ശേഷം കൃഷ്ണമാഹൂയാഹ കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണ വിളിച്ച് ആ സന്യാസിയുടെ കുറച്ചങ്ങോട്ട് നീ ദേശം ഇങ്ങോട്ട് മാറി അവിടെ നിന്നു. എന്നിട്ട് അവിടെ നിന്നും കൊണ്ട് അവിടെ നിന്നും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കൃഷ്ണ കഥ നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് വേണം പറയാം. യാദവന്മാരുടെ ഭാഗ്യം. ഈ സന്യാസി അദ്ദേഹം പരമയോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ വന്നേക്കുന്നു. നമ്മുടെ ഒരാളും അറിഞ്ഞില്ല, ദ്വാരകാവാസികളായിട്ടുള്ള ആരും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇത്ര യോഗ്യനായിട്ടുള്ള ആളുണ്ടോ? ഇവിടെ എന്തോ പൂർവജന്മ സുഹൃതം കൊണ്ടെന്ന് വേണം പറയാൻ. നമ്മളാരും ചെയ്ത പുണ്യമല്ല, പൂർവികന്മാരായിട്ട് ആളുകൾ ചെയ്തതിൻ്റെ പുണ്യമായിട്ടാണ് ഇത്രയും വിശിഷ്ടനായുള്ള സന്യാസിക്ക് നമ്മുടെ അടുക്കലേക്ക് വരാൻ പോയത് അല്ലേ? ഇവിടെ വന്നു അല്ലേ?
ഇനിയിപ്പോൾ എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്നോ? സന്യാസിയൊക്കെ നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ചോദിക്കാണ്ടോ? കൃഷ്ണൻ അറിയില്ലേ എന്താ വേണ്ടേ? നിശ്ചയില്ല. നിശ്ചയം കൃഷ്ണന് നിശ്ചയില്ലേ? ഇല്ല. ആ ശരി, അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ. കൃഷ്ണന് നിശ്ചയല്ലാണ്ട വരാൻ ന്യായമില്ലല്ലോ. എന്താ സർവവേദയശ്ചായം ചതുരോ വാർഷികമാസാൻ വദസ്വ പുത്രോപവേശ്യ മഹനീയ. ഈ ഭിക്ഷു സന്യാസി എങ്ങനെയുള്ള ആളാന്ന് കൃഷ്ണന് മനസ്സിലായോ? ഇങ്ങനൊരു യോഗ്യന സന്യാസി, അതിയോഗ്യൻ. എന്താ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് നേരം ഉണ്ടായി. കൃഷ്ണൻ വരുന്നത് വരെ അദ്ദേഹമായിട്ട് പല കാര്യങ്ങളും സംഭാഷണം ചെയ്യണ്ടായി. ആ സംഭാഷണം ചെയ്തിട്ട് മനസ്സിലായതാണ് എനിക്ക്. എന്താ യൗജനശതികോ ഭിക്ഷു, യൗജനശതികനാണ് അദ്ദേഹം. യോജനശതത്തെ സഞ്ചരിച്ചിട്ടുള്ള ആളാ. അനവധി ദിക്കിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, എല്ലാ ദിക്കിലും. അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം. സഞ്ചരിക്കാത്ത സ്ഥലമില്ല. പുണ്യസ്ഥലങ്ങളിൽ മുഴുവൻ പോയിട്ടുണ്ട്. പുണ്യപ്രദേശങ്ങൾ, പുണ്യവാന്മാരായിട്ടുള്ള ആളുകളെ കാണാൻ ഈ പലതും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അറിവുണ്ടായിട്ടൊരാളില്ല. പല ദിക്കിലും പോയി പലരെയും കണ്ട് പല വിദ്യകളും അഭ്യസിച്ചിട്ടുള്ള ആളാണ്. ഈ ചെറുപ്പത്തിൽ, ഈ പ്രായത്തിൽ തന്നെ ഏതെങ്കിലും സന്യാസി ഇങ്ങനെ ഉണ്ടാവുമോ? ഇന്ന് തന്നെയല്ല, യൗതികധിയാണ്. ലൗകികമായുള്ള ധിയോടുകൂടിയവൻ. യോഗാഭ്യാസത്തിങ്കിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. എപ്പോഴും തന്നെയാണ്, വേറെ ഒരു ചിന്തയില്ല, മറ്റൊന്നിനും ചിന്തിക്കണില്ല. അദ്ദേഹം യോഗാഭ്യാസ ധ്യാനനിരതനായിട്ടിരിക്കണു. എന്തോ നമ്മളിവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ലേശൊരു മാറ്റമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പരംഗീതജ്ഞാനം മറ്റുള്ളവരെ വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ചാണ് എന്തെങ്കിലും പറയണത്. ഞാൻ വളരെ മനസ്സിരുത്തിയിട്ടാണ് ഓരോന്ന് ചോദിക്കണത്. ചോദിച്ചാലോ വളരെ ഭംഗിയായിട്ട് ഒന്നോ രണ്ടോ വാക്കുകൊണ്ടാണ് മറുപടി പറയണത്. എന്താ കാരണം? അദ്ദേഹത്തിന് ഒന്നും താല്പര്യമില്ല, പറയാനൊന്നും താല്പര്യമില്ല. അദ്ദേഹത്തിന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കാനാ താല്പര്യം, അല്ലേ? സാധാരണ ആളുകൾ എങ്ങനെയാ? എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അറിഞ്ഞ കാര്യങ്ങൾ നാലാളോട് പറയാനില്ലേ? അങ്ങനെയല്ലേ? കാരണം ഞാൻ കേമനാണ്, ഇന്നെ യോഗ്യതകളുണ്ട്, ഇന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞ ഇല്ലേ? ഒന്നുമില്ല. ഒരു അങ്ങനെയുള്ള ആളാണ്. യോഗത്തിൽ മാത്രമാണ് ചിന്ത ഉള്ളൂ. അങ്ങനെയാണ്. സർവവേദയാശ്ചായം, സർവം അറിയണ ആളാണ് അദ്ദേഹം. സർവജ്ഞനായിട്ടുള്ള ആള്. അദ്ദേഹത്തിന് നിശ്ചയില്ലാത്ത വിഷയമില്ല. അങ്ങനെയുള്ള ആളാണ് ഈ ഭിക്ഷു. എന്തോ ദൈവാധീനത്തിൻ്റെ അധിക്യം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നതും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടിപ്പോൾ എന്താ വേണ്ടേ? അദ്ദേഹം അറിവുള്ള ആളാണ്, നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്തു വേണം എന്നാണെങ്കിൽ കൃഷ്ണ എന്താ വേണ്ടതെന്നോ? എന്താ കുത്ത ഉപവേശ്യ, എവിടെയാണ് അദ്ദേഹത്തിനെ താമസിപ്പിച്ചും കൊണ്ട് അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടത്? ബഹുമാനിപ്പിക്കണം. ചാതുർമാസ്യം വേണം ഇവിടെ, അതാണ് വേണ്ടത്. അതിന് എവിടെ വേണം? പുത്രോപവേശ് എവിടെയാ വേണ്ടത്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താ? ചാതുർമാസം ഇവിടെ വെച്ച് വേണം നിശ്ചയിക്കും. ഇങ്ങനെയുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ വേണ്ടേ? വേണം. പക്ഷേ അപ്പോഴാണ് എവിടെ വെച്ച് വേണം? ദ്വാരകയിൽ എവിടെയാ താമസിപ്പിക്കാൻ പറ്റുക? ഏത് സ്ഥലത്താണ്? പുത്രോപവേശ്യ മഹനീയ, എവിടെ താമസിപ്പിച്ച് അദ്ദേഹത്തിനെ ബഹുമാനിക്കും? ഞാൻ ആലോചിച്ചു സ്ഥലം കാണില്ല. ദ്വാരകയിൽ അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റിയതായിട്ടൊരു സ്ഥലം ഞാൻ ആലോചിച്ചിട്ട് കാണാനില്ല. എവിടെ ഇപ്പോൾ വേണ്ടേ? എന്താണല്ലേ? ദ്വാരകയിൽ മുഴുവൻ ബഹളാണ്, എല്ലാ ദിക്കിലും ജനങ്ങളല്ലേ? ഇത്രയും ജനങ്ങളുള്ള സ്ഥലമില്ല, അങ്ങനെയല്ലേ?
ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള സ്ഥലമൊന്നും പറ്റി, വിജനമായുള്ള സ്ഥലം വേണം. ഇങ്ങനെയുള്ള ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ വളരെ വിജനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ധ്യാനാദികൾ ഒക്കെ നിർവഹിക്കാൻ പാകത്തിനുള്ള ഒരു പ്രദേശം ഉണ്ടാവണം. എവിടെയൊക്കെ സാധ്യത? അതാണ് കൃഷ്ണനോട് ചോദിക്കുന്നത്, പുത്രോപവേശ്യ എവിടെ താമസിക്കണം? എങ്ങനെയാ? ചതുരോ വാർഷിക മാസം, 4 വാർഷിക മാസം, 4 മാസം എന്നാണ് പറയാ അല്ലേ? സാധാരണ മാസത്തിൻ്റെ കണക്കല്ലെങ്കിലും 4 മാസം ചാതുർമാസ്യം എന്നാണ് പറയാ. വാർഷിക മാസാൻ കുത്രോപവേശ്യ മഹനീയ. ചാതുർമാസ്യം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനെ താമസിപ്പിച്ച് ഭംഗിയായിട്ട് നിർവഹിക്കണം. സംശയമൊന്നുമില്ല, വേണമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ചിട്ട് എല്ലാവരുടെയും അഭിപ്രായത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് വേണമെന്ന് ഉറപ്പിച്ചു. ഇനി ഒരു കാര്യം മാത്രമേ എനിക്ക് സംശയമുള്ളൂ, കുത്ര എവിടെ വെച്ച് വേണം, ഏത് സ്ഥലത്ത് വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരമായി ആലോചിക്കണു, എവിടെയാണ് നല്ലത്. ഓരോ സ്ഥലം അവിടെയും ഇല്ല, ഇവിടെയും പറ്റില്ല, മറ്റേടത്തും പറ്റില്ല, അങ്ങനെ തോന്നുന്ന സ്ഥലമേ ഉള്ളൂ. ദ്വാരകയിൽ ഇങ്ങനെ വിജനമായിട്ടൊരു പ്രദേശം എവിടെ നോക്കിയിട്ട് കാണില്ല. എവിടെയാണ് വേണ്ടേ, എവിടെ വേണം? കൃഷ്ണൻ്റെ കൂടെ അഭിപ്രായം അറിഞ്ഞിട്ടാവാം. കൃഷ്ണനും ദ്വാരകയിലെ സ്ഥലമൊക്കെ അറിയാലോ. സന്യാസി ഇപ്പോൾ മനസ്സിലായി, വിജയൻ്റെ മഹത്വവും മനസ്സിലായി. എല്ലാവരും ഇദ്ദേഹം എവിടെയെങ്കിലും ഒരു ദിക്കിൽ അധവസിപ്പിച്ച് അദ്ദേഹത്തിന് ചാതുർമാസ്യം നിർവഹിക്കാനായിട്ട് യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം എവിടെയാണ് എന്ന് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. എന്താ കൃഷ്ണൻ ആലോചിക്കണേ? പറയൂ, എവിടെയാ വേണ്ടതെന്നുള്ളത്, എവിടെയാ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ ജ്യേഷ്ഠൻ അടിയൻ എന്തായിരുന്നു മറുപടി പറയാപ്പോ, എവിടെയാണ് പറ്റിയ സ്ഥലം എന്നുള്ളത്. ഇത് തന്നെയല്ല, അവിടുന്ന് ഏതായാലും ചാതുർമാസം വേണം ഉറപ്പിച്ചു കഴിഞ്ഞു. വേണമെന്ന് ഉറപ്പിച്ചു അങ്ങ് അല്ലേ? അങ്ങാണ് നിശ്ചയിക്കേണ്ടതോ? അതെ, എവിടെയാ വേണ്ടത് എന്നങ്ങനെ ചോദിച്ചപ്പോ അതിന് എങ്ങനെയപ്പോ പറയാപ്പോ? ഇത് തന്നെയല്ല, ആര്യേ സൃഷ്ടതി ധർമ്മദോത്ര പരതന്ത്രോസ്മീതി കൃഷ്ണേ വദത്യുജേധീരധര പുരേത്ര വിജനം കന്യാപുരന്നാപരം യോഗഭൂമിരുചിത തത്ര യുവദുർവാസം കുന്ദീവൈനമഭിപ്രസാദ്യ ഭജതാം ഭദ്രം സുഭദ്രയുവസാ. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. എന്താണെന്നാണെങ്കിൽ അല്ലേ, ജ്യേഷ്ഠൻ അടിയൻ എങ്ങനെ ഇന്ന ദിക്കില് എന്നങ്ങോട്ട് പറയാൻ നോക്കിയിട്ടുണ്ടോ? എന്താ വെച്ചാൽ അടിയന്റെ സ്ഥിതി എന്താ? അടിയൻ പരതന്ത്ര അസ്മി. അടിയൻ പരതന്ത്രനാണ്. അടിയന് അത്രയല്ലേ സ്വാതന്ത്ര്യമുള്ളൂ. ഇന്നതങ്ങ് വേണം നിശ്ചയിക്കാനുള്ള അധികാരം അടിയനില്ല. എന്താ കാരണം? എന്താ അവിടുന്നല്ലേ ജ്യേഷ്ഠനായിട്ടുള്ള ആള്. അവിടുന്ന് ഇപ്പോ ഏതായാലും ഇവിടെ ചാതുർമാസ്യം വേണമെന്ന് ഉറപ്പിച്ചു. ഇല്ലേ, അവിടുന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങയുടെ ഉള്ളിലും ചില സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടാവും. അടിയനത് പറയുന്നത് ശരിയല്ല. എന്താ കാര്യം? ആര്യൻ ദൃഷ്ടനായിരിക്കുന്നു. ആര്യനുണ്ട്, ജ്യേഷ്ഠനുണ്ട് ഇവിടെ ഇല്ലേ? ഇപ്പോ ആ കാര്യത്തില് അടിയൻ ഇന്നതാണെന്ന് പറയാം. പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് അവിടുന്ന് പറയാം. എന്തിനാ അതിനെ ഇടവരുത്തണത്? അതുകൊണ്ട് ജ്യേഷ്ഠൻ തന്നെ നിശ്ചയിച്ചാൽ മതി ഇന്ന ദിക്കില്. അതല്ലാതെ കണ്ട് അടിയൻ ഇന്ന ദിക്കില് എന്ന് പറയാൻ അധികാരമില്ല. അധികാരമില്ല. എന്താ കാരണം? പരതന്ത്ര അസ്മിഹി. പരതന്ത്രനാണ് അടിയൻ. അതിന് സ്വാതന്ത്ര്യമില്ല, നിശ്ചയിക്കാനുള്ള അധികാരം അടിയനില്ല. അവിടെ നിന്ന് നിശ്ചയിച്ചാൽ അത് പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നിയമം അല്ലേ? ജ്യേഷ്ഠൻ നിശ്ചയിക്കണു, അനിയൻ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് കൃഷ്ണ വദതി. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അവിടുന്ന് നിശ്ചയിച്ചാൽ മതി. കൃഷ്ണൻ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം.
അല്ലാതെ കണ്ട് ഒരു കാര്യം ചോദിച്ചാൽ ഇന്ന തരത്തിൽ വേണം എന്ന് കൃഷ്ണൻ പറയില്ല. ഞാൻ കൂട്ടി തന്നെ കണക്കാക്കിയിട്ടുണ്ട്. അത് അടിയനെ ഏതാണ്ട് മനസ്സിലായി. അതാണ് അടിയനെ അങ്ങോട്ട് പറയേണ്ട. അതാണ് എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ. ഞാൻ എന്താ നിശ്ചയിച്ചത് എന്നറിയോ? ബലരാമൻ ഇങ്ങനെ പറഞ്ഞു. എന്താ അതെന്നാണെങ്കിൽ ഇവിടെ ദ്വാരകയുടെ അവസ്ഥ കൃഷ്ണനും അറിയാം അല്ലേ? ഇവിടെ എങ്ങനെയാ ഈ ദ്വാരകയിൽ ഒരു ദിക്കിലും ഒരു സ്വൈരമായിട്ട് സ്ഥലമില്ല, വിജനായിട്ട് സ്ഥലമില്ല. ഇവിടെ ഈ ഉജയധീരധര ഇവിടെ പുരത്ര വിജനം കന്യാപുരം. ഇവിടെ ഒരു സ്ഥലത്തും വിജനമായിട്ടുള്ള സ്ഥലമില്ല. സന്യാസിക്ക് സമാധാനമായിട്ടിരുന്ന് ധ്യാനാദികൾ നിവർത്തിക്കാനായിട്ട് ഒരു സ്ഥലമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കന്യാപുരം കന്യാപുരമല്ലാതെ കന്യാപുരായാൽ ഈ വക ഒന്നുമില്ല. മറ്റത് എല്ലാവരും അങ്ങനല്ലേ? യാദവന്മാർ മുഴുവൻ അങ്ങനല്ലേ? ബലശാലികളായിട്ടുള്ള ആളുകൾ, അഹങ്കാരികൾ എന്തും ചെയ്യും അങ്ങനല്ലേ? അതിൻ്റെ ഒരു കന്യാപുരത്തിലായാൽ ഇവിടെ ആരുടെ പ്രശ്നമേ ഉണ്ടാവില്ല. കന്യാപുരമല്ലാതെ കണ്ട് ഒരു സ്ഥലം ദ്വാരയില് വിജനമായിട്ട് ഇല്ല. 1-2 ദിവസമൊന്നും പോരല്ലോ, കുറച്ച് ദിവസം വേണ്ടേ? ചാതുർമാസല്ലേ വേണ്ടേ? അപ്പോൾ കുറച്ച് ദിവസം തന്നെ വേണം. അതുകൊണ്ട് കന്യാപുരത്തിൽ അവിടെ ആണെങ്കിൽ ആരാമ ഉദ്യാനം, കന്യാപുരത്തിലുള്ള ഉദ്യാനല്ലേ, ആ ഉദ്യാനത്തിൽ ഇരുന്നാൽ യോഗഭൂമി. അവിടെ നിന്ന് ദൈവം ധ്യാനിക്കാം. ആരും അവിടെ ചെല്ലില്ല. സന്യാസി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾ ചെന്ന് അവിടെ ചെന്ന് ശല്യം ചെയ്യുമോ? ഒരാളെ ദർശനം തൊഴില്ല. മറ്റ് രാജധാനിയുടെ എവിടെയെങ്കിലും ആണെങ്കിൽ പറ്റുമോ? സന്യാസി ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യാദവന്മാരെ ലഹള കൂടാണ്ടിരിക്കുമോ? എന്തെങ്കിലുമൊക്കെ ചെന്ന് ഘോഷങ്ങൾ ഉണ്ടാക്കില്ലേ? അദ്ദേഹത്തിൻ്റെ ധ്യാനാദികൾക്ക് ഭംഗം വരില്ലേ? ഈ കന്യാപുരത്തിലാകുമ്പോൾ അതുണ്ടാവില്ല. എന്താ പറയാനുള്ള കാരണം? അതുകൊണ്ട് യോഗഭൂമി രുചിതാഹ. അവിടെ ഇനി അവിടെ താമസിക്കുമ്പോഴോ അദ്ദേഹത്തിന് വേണ്ട പരിചര്യങ്ങൾ ചെയ്യണ്ടേ? ഒരാളങ്ങോട്ട് താമസിക്കാൻ മാത്രം പോരല്ലോ. ആരാ വേണ്ടേ? അത്ര അവിടെ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ അവിടെ സുഭദ്ര ഉണ്ടല്ലോ. ആ സുഭദ്ര ഇദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യട്ടെ. അതാണ് നല്ലത്. എന്നാൽ അങ്ങനത്താവോ? സുഭദ്ര ശുശ്രൂഷിക്കോ? ആവാം. എന്തുപോലെയാണെങ്കിൽ കുന്തി വരും. അക്ഷമ്പങ്ങളില്ലേ കുന്തി ഇല്ലേ? കുന്തി ദേവിയെ പോലെ ആയിക്കോട്ടെ. കുന്തി ദേവി എന്താ ഉണ്ടായിരിക്കണത് അല്ലേ? അത്ര ദുർവാസം ദുർവാസാവ മഹർഷിയെ കുന്തി ദേവി അവിടെ വച്ച് അദ്ദേഹത്തിന് വേണ്ടതായിട്ട് പരിചാരികൾ ചെയ്തിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? സന്യാസിശ്രേഷ്ഠനായുള്ള അദ്ദേഹത്തിന് വേണ്ടതുപോലെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടാവും, ശ്രേയസ്സുണ്ടാവും. വിശിഷ്ടനായുള്ള സന്യാസിയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ വേണ്ട എല്ലാ ശ്രേയസ്സും ഉണ്ടാവും. കുന്തി ദേവിക്ക് അച്ഛമ്പങ്ങൾക്ക് ഉണ്ടായ ശ്രേയസ്സുകളൊക്കെ എങ്ങനെയാ? ദുർവാസ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ്. തപസ്വിയായിരിക്കുന്ന അദ്ദേഹം അനുഗ്രഹിച്ചിട്ടാണ് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ കുന്തി കുന്തി ദേവി ദുർവാസനെ എങ്ങനെയാണോ പരിചരിച്ചത് അതേപോലെ തന്നെ ഈ സുഭദ്ര ഇദ്ദേഹത്തിനെ പരിചരിക്കട്ടെ കേട്ടോ. കുന്തി പരിചരിച്ചുകൊണ്ട് കുന്തി ഭദ്രം ഭദ്രത്തെ പ്രാപിക്കട്ടെ. സുഭദ്രയ്ക്ക് മംഗളമുണ്ടാവട്ടെ, ശ്രേയസ്സുണ്ടാവട്ടെ. കൃഷ്ണന് മോഹല്ലേ? സഹോദരിയായിട്ട് സുഭദ്രയ്ക്ക് ശ്രേയസ്സുണ്ടാവണം എന്ന് വിചാരിക്കില്ലേ? ഇല്ലേ? എന്താ അത് എന്നാണ് ആരായാലും വിചാരിക്കും. ഏത് സഹോദരനായാലും വിചാരിക്കും തൻ്റെ സഹോദരിക്ക് ശ്രേയസ്സുണ്ടാവണം, മംഗളുണ്ടാവണം എന്നത് അല്ലേ? അതേപോലെ തന്നെ ഈ വിശിഷ്ടനായുടെ സന്യാസിയെ പരിചരിച്ചു കഴിഞ്ഞാൽ സുഭദ്രയ്ക്ക് എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാവും.
അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും എന്തോ നമ്മുടെ ഭാഗ്യത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ഈ സന്യാസി ശ്രേഷ്ഠനായിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ വരാനായിട്ട് തോന്നിയതും നമുക്ക് കാണാനായിട്ട് സാധിച്ചതും. ഇദ്ദേഹത്തിനെ ദ്വാരകയിൽ കൂട്ടിക്കൊണ്ടുപോയി ഭംഗിയായിട്ട് അദ്ദേഹത്തിനെ പരിചരിച്ചു കഴിഞ്ഞാൽ ഈ ചാതുർമാസ്യം വേണ്ടതും പറഞ്ഞു വഹിച്ചാൽ നമുക്കെല്ലാവർക്കും ശ്രേയസ്സുണ്ടാകും. ദ്വാരകാവാസികൾക്കൊക്കെ ഇന്ന ആൾക്കാർക്കല്ല, ഒരു രാജ്യത്തെങ്കിൽ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്ത അതിൻ്റെ ഫലം എല്ലാവർക്കും ഉണ്ടാകും. അത് ആരാണോ പരിചരിക്കുന്നത് ആ ആൾക്ക് വിശേഷിച്ചുണ്ടാകും. അതുകൊണ്ട് സുഭദ്രയ്ക്ക് ശ്രേയസ്സുണ്ടാവാൻ ഒരു കാരണമായിട്ട് തീരും. അതുകൊണ്ട് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദ്വാരകയിൽ കുട്ടിക്കൊണ്ടുപോയി കന്യാപുരത്തിങ്കൽ അദ്ദേഹത്തിന് ഉത്സവിച്ചുകൊണ്ട് ചതുർമാസം നിർവഹിക്കുക. എന്താ കൃഷ്ണ എന്താ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ കേട്ടപ്പോ യഥൻ കരുതമില്ല. എങ്കിലും എനിക്ക് ചെറിയൊരു അഭിപ്രായം പറയാനുണ്ട്. ഭഗവാൻ ഇതിനെ കേട്ടപ്പോ തൻ്റെ മനസ്സിലുള്ള അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായം ഇപ്പം തന്നെ പറഞ്ഞളയാം എന്ന് വിചാരിച്ചുകൊണ്ട് ബലരാമ ജ്യേഷ്ഠനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ജ്യേഷ്ഠനെ ബലരാമൻ നിശ്ചയിച്ചാൽ അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ എന്ത് നിശ്ചയിച്ചോ അത് അതേപോലെ നിർവഹിച്ചോളം നിർബന്ധമുള്ള ആളാണ്. പക്ഷേ തൻ്റെ അഭിപ്രായം ഇപ്പം തന്നെ പറയണം, അതല്ലെങ്കിൽ പിന്നയ്ക്ക് വിഷമായി തീരും. കൃഷ്ണ എന്താ അപ്പ പറയാഞ്ഞത് ചോദിക്കും അല്ലേ? ഇപ്പൊ തന്നെ അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമൻ ഇങ്ങനെ പറഞ്ഞ സമയത്തെങ്കിൽ ആ വിഷയത്തെങ്കിൽ തൻ്റെ അഭിപ്രായം ബലരാമനോട് പറയാനായിട്ട് ആരംഭിച്ചും കൊണ്ട് ഇങ്ങനെ ഭഗവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പരമഭക്തനായിട്ടുള്ള അർജുനൻ ആകുന്ന സന്യാസിയെ ദ്വാരകാരാജധാനിയിൽ കൂട്ടിക്കൊണ്ടുപോയി ശുശ്രൂഷിച്ച് ചാതുർമാസ്യത്തെ നിർവഹിക്കാനായി കൊണ്ട് നിശ്ചയിച്ച അവസരത്തെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അഭിപ്രായത്തെ പറയാൻ ആരംഭിച്ചത്. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ